സർവീസ് ബിഫോർ സെൽഫ് ഭാരത സൈന്യത്തിൻ്റെ ഒരു മോട്ടോയാണത്. അങ്ങനെ തന്നെ കരുതാതെ തൻ്റെ രാഷ്ട്രത്തെയും അതിലെ ജനങ്ങളെയും സേവിച്ചുകൊണ്ടും അവരെ സംരക്ഷിച്ചുകൊണ്ടും 3 പതിറ്റാണ്ടുകൾ ഭാരത സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ഒരാളാണ് ഇന്ന് ബ്രേവ് ഇന്ത്യയ്ക്കൊപ്പമുള്ളത്, കേണൽ എച്ച് പത്മനാഭൻ. കാർഗിൽ യുദ്ധത്തിലടക്കം അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സൈനിക ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഇന്ന് നമ്മളോട് വിവരിക്കുന്നത്. ഈ പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് തന്നെ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, നിലനിൽപ്പ് തന്നെ ഇന്ത്യയെ ചൊറിയുക എന്നുള്ളതാണ്. നമ്മളിവിടെ കയറിപ്പോകുന്നതിൻ്റെ ഒരു പുല്ലനങ്ങുന്ന ശബ്ദം കേട്ടാൽ അവൻ കണ്ണടച്ചിട്ടല്ലേ മെഷീൻ ഗൺ വെക്കുന്നത്. എന്തോ വാങ്ങിച്ചതിൻ്റെ ഒരു 5 രൂപ തൊട്ട് കിടപ്പുണ്ടായിരുന്നു, അതിൽ കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്തു പോയി എന്നാണ് പറയുന്നത്. അത് കാരണം അയാളുടെ ഹാർട്ടിലേക്ക് ഇത് തുളഞ്ഞു കയറിയില്ല. ടു ഡിഫെൻഡ് ദി ഡിഫെൻസ്ലെസ്, അതായത് പ്രതിരോധിക്കാൻ പോലും ഇതില്ലാത്ത ഒരു സിറ്റുവേഷനിൽ അയാളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം ബലിയർപ്പിക്കുക, അതാണ് പരംവീർ. ആ ടൈഗർ ഹില്ല് പിടിച്ചെടുക്കാൻ 17 വെടിയുണ്ട അവനവൻ്റെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി ആ പിഞ്ചു ബാലൻ എന്ന് വേണമെങ്കിൽ പറയാം, 19 വയസ്സുള്ളൊരു പയ്യൻ, ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആ പയ്യൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങി, ഈ അവസരം എനിക്ക് തരാമോ എന്ന് ചോദിച്ചു വാങ്ങി കയറിപ്പോയി. ഓരോ പ്രാവശ്യം ഇടുമ്പോഴും വിജയിൽ കാർഗിൽ യുദ്ധത്തിൽ ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന്, എൻ്റെ കൂടെ ആരുണ്ടായിരുന്നു, ഞാൻ അവരെക്കുറിച്ച് ഓർക്കാറുണ്ട്. ഇത് കുത്തിയടക്കുന്നവരെക്കുറിച്ച്, ഓപ്പരാക്രമിൽ എനിക്ക് എന്ത് റോളായിരുന്നു. അപ്പോൾ ഇതൊരു ഫീലിംഗ് ആണ്, ഇതൊരു സെൻറ്റിമെൻറ്റ്സ് ആണ്. സർ, 1999 കാർഗിൽ യുദ്ധം എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഒരു പ്രഭാത ഏരിയയിൽ, അത് റേഡിയോയിൽ അത് കേൾക്കുന്നൊരു ഓർമ്മയാണ് എനിക്ക് ഏറ്റവും 99 ഒരു ഓർമ്മ. അന്ന് ക്യാപ്റ്റൻ വിക്രം വിശ്വനാഥ് കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ സംസാരിക്കുന്നതാണ് എനിക്ക് വളരെ ഇടറുന്ന ഇതോടുകൂടി എങ്കിലും എൻ്റെ മകനെ ഞാൻ രാജ്യത്തിന് സമർപ്പിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നത് പണിക്കരായിരുന്നു എന്ന് തോന്നുന്നു. അതെ, അദ്ദേഹം പറയുന്നത് കേട്ട ഒരു ഓർമ്മ എനിക്ക് കാര്യമായിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോൾ നമ്മൾ അത്രത്തോളം നമുക്കൊരു കണ്ണ് നിറഞ്ഞു പോയത് കേട്ടപ്പോൾ. അതാണ് കാർഗിൽ യുദ്ധത്തെക്കുറിച്ചുള്ള ബാക്കി വായനയിലൂടെയും ഒക്കെ കിട്ടിയതാണ്. സത്യത്തിൽ എന്താണ് ഈ കാർഗിൽ, അന്ന് എന്താണ് പാകിസ്ഥാൻ ഉദ്ദേശിച്ചത്, എന്തുകൊണ്ടാണ് അതൊരു ഫുൾ സ്കെയിൽ വാർ ആയില്ല എങ്കിലും നമുക്കൊരുപാട് പട്ടാളക്കാരെ നമുക്ക് നഷ്ടമായി. പ്രത്യേകിച്ച് അവർ കുന്നിൻ മുകളിൽ കയറിയിരുന്നു. പക്ഷെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും ഒന്നും നമുക്കതൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്താണ് യഥാർത്ഥത്തിൽ കാർഗിലിൽ സംഭവിച്ചത്? ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കുറേ നെറ്റിലും എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നെറ്റിലും വരുന്ന കാര്യങ്ങളെല്ലാം ഏതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക ഇല്ല എന്നുള്ള അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് കാർഗിൽ വാർ ഉണ്ടായത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഞങ്ങളുടെ ഇതിൽ അത് ഓപ്പറേഷൻ വിജയ് എന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. അത് വാറായിട്ട് ഡിക്ലെയർ ആയില്ല, പക്ഷേ ഡിക്ലെയർ ആയിരുന്നു, പക്ഷേ അതൊരു ഫുൾ സ്കെയിൽ യുദ്ധമായിട്ട് അങ്ങോട്ട് മാറിയില്ലെന്നേ ഉള്ളൂ. ഇത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇത് പാകിസ്ഥാൻ്റെ വിശ്വാസവഞ്ചന എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പാണെങ്കിലും സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിലും ഉള്ള ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ അയൽ രാജ്യങ്ങൾ, പാകിസ്ഥാനാണെങ്കിലും ശരി, ചൈനയാണെങ്കിലും ശരി, അതിനു മുമ്പ് അൺപാർട്ടീഷൻഡ് ഇന്ത്യ ആണെങ്കിലും ശരി, ആ ചരിത്രത്തിൽ വേറൊരു രാജ്യത്തിൻ്റെ 1 ഇഞ്ച് ഭൂമി പോലും പിടിച്ചെടുക്കാനായിട്ട് നമ്മൾ അവരെ പോയി അറ്റാക്ക് ചെയ്ത ചരിത്രം ഇന്ത്യയുടെ ചരിത്രത്തിലില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു ആംഗിളിൽ നോക്കുമ്പോൾ, അവരാരെങ്കിലും നമ്മുടെ രാജ്യത്തുനിന്ന് പിടിച്ചെടുക്കാൻ വരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരിതാശ്വാസത്തോട് വരുമ്പോൾ അവരെ എതിർത്ത് നിൽക്കാനോ അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് തിരിച്ചോടിക്കാനോ വേണ്ടി നമ്മൾ കാട്ടിയ ചെറുത്തുനിൽപ്പ് മാത്രമാണ് 48-49 ഉണ്ടായിരിക്കുന്നത്, 65 ഉണ്ടായിരിക്കുന്നത്. 62 വാർ മാത്രം വേറൊരു രീതിക്ക് നമുക്ക് എടുക്കണം, ചൈന വാർ ആയതുകൊണ്ട്. അന്ന് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വളരെ വളരെ പാളിച്ചകൾ പറ്റിപ്പോയി. അത് ആ യുദ്ധം തുടങ്ങണ്ട, ചെയ്യാൻ പാടില്ല എന്ന് വരെ പട്ടാളത്തിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് മിലിറ്ററി ഹിസ്റ്ററി പറയുന്നത്. അതൊക്കെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കഥകളാണ്.
അപ്പോൾ അന്ന് അങ്ങനെ ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കുകയും അതിൻ്റെ വളരെ വളരെ വില ഇന്ത്യക്ക് ഇന്നും ഒരു നാണക്കേടായിട്ട് തന്നെ 62 വാർ നിൽക്കുകയും അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ. 65 വാർ പാകിസ്ഥാൻ്റെ കാര്യം നമുക്ക് സംസാരിക്കാം. 71 വാർ എടുക്കുകയാണെങ്കിലും 71 വാർ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പക്ഷെ അതും നമ്മളൊരു നിർബന്ധം ഒരു ഇത് കാരണമാണ്. കാരണം അന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ, പടിഞ്ഞാറ് പാകിസ്ഥാൻ എന്ന് അറിയപ്പെടുന്ന കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന സ്ഥലത്തുനിന്ന് പാകിസ്ഥാൻ്റെ ദുർഭരണം പീഡനം സഹിക്കാൻ വയ്യാതെ അവിടുത്തെ ആൾക്കാർ, ഇന്നത്തെ ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശികൾ മൊത്തം ഇന്ത്യയിലേക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ അവരെ പറഞ്ഞുവിടാനും പറ്റുന്നില്ല, ഏറ്റെടുക്കാനും പറ്റുന്നില്ല. കാരണം നമ്മൾ തന്നെ ദാരിദ്ര്യത്തിലായിരുന്നു അന്ന്, ഭക്ഷ്യക്ഷാമമൊക്കെ നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഇനി അവിടുന്ന് വരാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഇവരെ നിർത്താൻ, യുദ്ധത്തിലൂടെ പാകിസ്ഥാനെ നിർത്തുക എന്നുള്ള ഒറ്റ വഴി മാത്രം കാരണം ചെയ്തു പോയതാണ്. അല്ലാതെ ബംഗ്ലാദേശ് നമ്മൾ അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശ് നമുക്ക് പിടിച്ചെടുക്കാമായിരുന്നല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കാമായിരുന്നല്ലോ. ഇതൊക്കെ നമ്മളെ ചൊറിഞ്ഞു വന്നവരെ തിരിച്ച് തുരത്താനോ അല്ലെങ്കിൽ തിരിച്ചൊരു ഉത്തരം കൊടുക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി വിശ്വാസവഞ്ചന എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പ്രത്യേക കാരണം, ഈ കാർഗിൽ ഏരിയയിൽ ലഡാക്ക് ആണെങ്കിലും കാശ്മീർ ആണെങ്കിലും നമുക്കറിയാം, അവിടുത്തെ ഭൂപ്രകൃതി നോക്കുമ്പോൾ മലമ്പ്രദേശങ്ങളും വളരെ പൊക്കത്തിലിരിക്കുന്ന മലകളും ആൾക്കാർക്ക് കയറിപ്പോകാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളും, അതുപോലെ ക്ലൈമറ്റ് -50 ഡിഗ്രി വരെ പോകുന്ന, സിയാച്ചിൻ്റെ കാര്യമല്ല പറയുന്നത്, ഈ കാശ്മീരും ലഡാക്ക് ഏരിയ തന്നെ വിൻ്റർ സമയങ്ങളിൽ -40 -50 ഡിഗ്രി വരെ തണുപ്പ് വല്ലാതെ അങ്ങോട്ട് കുറഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ വരുന്നു. എത്തിപ്പെടാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, ആൾക്കാർ എത്തിപ്പെട്ടാലും അവരുടെ എക്യുപ്മെൻറ്റും ബുള്ളറ്റുകളും പടക്കോപ്പുകളും ഒന്നും അവിടെ എത്തിക്കാൻ പറ്റാത്ത, എല്ലാം ഹെലി ഡ്രോപ്പ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലുള്ള ഭൂപ്രകൃതിയാണ് അവിടെ ഉള്ളത്. അവിടെ നമ്മൾ തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം അവിടെയുള്ള പോസ്റ്റുകൾ, അതായത് പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന സ്ഥലത്തിനെയാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. വിൻ്റർ സമയത്ത്, ആ വിൻ്റർ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ പട്ടാളക്കാർ അവിടെ നിൽക്കും, നമ്മുടെ പട്ടാളക്കാർ ഇവിടെ നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പെട്രോളിങ് ചെയ്യും. ചിലപ്പോൾ വെടിവരെ പൊട്ടിയെന്നൊക്കെ ഇരിക്കാം, സാധാരണ പീസ് ടൈമിൽ ഉള്ളത്. വിൻ്റർ ഡിക്ലെയർ ആവുമ്പോൾ ഒരു റിട്ടൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. കാരണം ആ -50 ഡിഗ്രിയിലൊക്കെ ഇനിയൊരു 6 മാസം അവിടെ പിടിച്ചു വെക്കാൻ പറ്റില്ല മനുഷ്യന്മാർക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ പോസ്റ്റ് ഒഴിഞ്ഞ് നമ്മൾ തണുപ്പ് കുറഞ്ഞ കാശ്മീർ ഭാഗത്തേക്ക് തിരിച്ചു വരുന്നു, അവരവരുടെ ഭാഗത്തേക്ക് തിരിച്ചു പോകുന്നു. ഇത് 48 തൊട്ട് നമ്മളുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ വരെ നമ്മൾ കേട്ടു, അവിടുത്തെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഈ കംപ്ലീറ്റ് യുദ്ധം നിയന്ത്രിക്കുന്ന ഒരു അപ്പോയിൻമെൻ്റ് ഉള്ള ഒരാളും ലഫ്റ്റനൻറ്റ് ജനറൽ റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ തമ്മിൽ ഹോട്ട് ലൈൻ കണക്ഷനുണ്ട്. ഹോട്ട് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഡയലൊന്നും ചെയ്യേണ്ട, ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ റിങ് പോവും, അതാണ് ഹോട്ട് ലൈൻ. അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അതിനൊന്നും യാതൊരു കുഴപ്പമില്ലാതെ നടന്നുകൊണ്ട് പോയിരുന്നൊരു കഥയാണ്. ഈ 98-99 സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, 98 ആണെന്ന് തോന്നുന്നു, നമ്മുടെ മുഷറഫായിരുന്നു അന്ന് പട്ടാള മേധാവി, നവാസ് ഷെരീഫ് ആയിരുന്നു പ്രധാനമന്ത്രി. അപ്പോൾ നവാസ് ഷെരീഫ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വരികയും അന്ന് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിട്ട് വളരെ സൗഹൃദം പങ്കുവയ്ക്കുന്ന രീതിയിലുള്ള ന്യൂസൊക്കെ വരികയും, അതിനേക്കാട്ടിലും കൂടുതൽ ലാഹോർ ബസ് യാത്ര, വാജ്പേയി ഇവിടുന്ന് കാശ്മീരിൻ്റെ ആ ഉറിയൊക്കെ കഴിഞ്ഞിട്ടുള്ള മുസാഫറാബാദ്, എന്താ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു പോകുന്നു, അത് ക്രോസ് ചെയ്ത് ആ ബസ്സിൽ പോവുകയും അമൻ സേതു എന്നൊക്കെ പറഞ്ഞ് ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കുകയും ഷരീഫ് അവിടെ വന്ന് റിസീവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതോടുകൂടി ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാം തീർന്നു. ഇത് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന് പോലും അറിയാത്ത രീതിക്ക് അന്നത്തെ പട്ടാള മേധാവി പർവേസ് മുഷറഫ് പിന്നിൽ എല്ലാം പ്ലാൻ നടക്കുവാണ്. നമ്മളിപ്പോൾ എലീനെ കൊല്ലാനൊക്കെ ഈ പുറത്ത് ശർക്കരയും ഉള്ളിൽ വിഷവും വെച്ച് ഓരോന്ന് തിന്നാൻ കൊടുക്കുന്ന പോലെയുള്ള പരിപാടി
ഈ മുഷറഫ്. പാകിസ്ഥാൻ്റെ കാര്യം അങ്ങനെയാണ്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പട്ടാളക്കാരാണ്. യുദ്ധം വേണോ വേണ്ടയോ, നവാസ് ഷെരീഫ് അവിടെ ഇരിക്കണോ വേണ്ടയോ, ഇതൊക്കെ പട്ടാളക്കാരാണ് തീരുമാനിക്കുക. മുഷറഫാണെങ്കിലും ശരി, ഇപ്പോൾ ഇരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണെങ്കിലും അയാളാണെങ്കിലും ശരി, അവരാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഇത് നവാസ് ഷെരീഫിൻ്റെ അറിവിൽ പോലും ഉണ്ടായില്ല. ഇത് ഈ ഫ്രസ്ട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വരാൻ കാരണം ഈ 48 യുദ്ധത്തിൽ അവർ കാശ്മീർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവിടെ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കാശ്മീരിൽ നിന്നും കൂടി നമുക്ക് കിട്ടേണ്ടതായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഇത് വരികയും യുദ്ധരൂപത്തിൽ തുടങ്ങുകയും അത് ഇന്ത്യ ജയിക്കുകയും കാശ്മീർ മുഴുവൻ നമ്മുടെ കയ്യിൽ ആവുകയും ചെയ്തു. അന്ന് തുടങ്ങി 65 യുദ്ധമായാലും 71 യുദ്ധവും തൊട്ടതെല്ലാം അവർ തോറ്റ് എല്ലാം നശിപ്പിച്ചിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇനി യുദ്ധം കൊണ്ട് കാര്യം നടക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് 1990കളിലൊക്കെ, അന്ന് പട്ടാള ചീഫ് അവിടെ ആരായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല, ഈ കാശ്മീരിൽ തീവ്രവാദം, പ്രോക്സി വാർ എന്ന് പറഞ്ഞ് നമ്മൾ നേരിട്ട് ഫൈറ്റ് ചെയ്താൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് ഇവരിലൂടെ ഈ തീവ്രവാദികൾ എന്ന് പറയുന്നത് കാശ്മീരിലുള്ള യൂത്തുകൾ അവിടേക്ക് പോവുകയും അവിടുത്തെ പട്ടാളക്കാർ പ്രോപ്പർ പട്ടാള ട്രെയിനിങ് കൊടുത്ത് അവരെ തന്നെ തിരിച്ചയച്ച് അവരിവിടെ ഭീകരാവസ്ഥ, ബോംബ് പൊട്ടിക്കാൻ മറ്റേത് മറിച്ചത്. 89-90 കാശ്മീരിലല്ലെങ്കിലും ഞാനും ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് പോണ വഴിക്ക് നഗരോട്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അന്ന് ഞാൻ ഫസ്റ്റായിട്ട് ഞാൻ പോകുന്നത്. അന്നൊക്കെ കാശ്മീരിലേക്ക് ഒരു തമാശ ഞങ്ങൾ പറയാറുണ്ട്, കാശ്മീരിലേക്കൊക്കെ ഒരു പോസ്റ്റിംഗ് കിട്ടണമെങ്കിൽ ഡൽഹി പോയിട്ട് ആർമി ഹെഡ്ക്വാർട്ടറിൽ പോയിട്ട് ആൾക്കാരൊന്ന് കൈക്കൂലി കൊടുത്താലേ കാശ്മീരിലെ അത്രയും സ്വർഗ്ഗതുല്യമായിട്ടുള്ള പ്രകൃതി രമണീയതയാണെങ്കിലും അവിടുത്തെ ആപ്പിളും മറ്റേതും പറഞ്ഞ ജനങ്ങളും പൊതുവെ നല്ലവരായിരുന്നു. ആ സ്ഥലം 90 കഴിഞ്ഞപ്പോഴേക്കും കുട്ടിച്ചോറായി എന്ന് വേണമെങ്കിൽ പറയാം. ആൾക്കാർക്ക് പോകാൻ പറ്റില്ല. അത് പിന്നെ വളർന്നു വന്ന് ഇതൊക്കെ ഈ എങ്ങനെയെങ്കിലും ഇന്ത്യ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ പോയി ഓരോന്നായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ന്യൂക്ലിയർ ബോംബല്ല, ന്യൂക്ലിയർ ഇതിൻ്റെ നമ്മൾ പൊട്ടിച്ചുമായിട്ട് തൊട്ട് പിന്നിൽ 98-ലല്ലേ നടന്ന രണ്ടാമത്തെ 74 കഴിഞ്ഞിട്ട് 98-ൽ. അതെ. അപ്പോൾ നമ്മൾ രണ്ടും ന്യൂക്ലിയർ ഇതും കൂടിയായി. തീവ്രവാദവും പതുക്കെ കൺട്രോളിൽ ആയിപ്പോയി. കാരണം നമ്മൾ അത്രത്തോളം രാഷ്ട്രീയ റൈഫിൾസ് ബറ്റാലിയനും അതും ഇതൊക്കെ ആയിട്ട് നമ്മൾ നിന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെയായി. ഇവിടെയാണെങ്കിൽ പൊളിറ്റീഷ്യൻസ് കൈ ഓർക്കാൻ റെഡിയായിട്ട് ബസ് യാത്ര നടത്തുന്നു, അയാൾ അങ്ങോട്ട് വരുന്നു, ഇയാൾ അങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ. ഇയാൾ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ഈ പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് തന്നെ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, നിലനിൽപ്പ് തന്നെ ഇന്ത്യയെ ചൊറിയുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ആയിട്ട് ശത്രുത, അതിനു വേണ്ടിയിട്ടാണ് പല ലോകരാജ്യങ്ങളും ഇന്ത്യയുടെ വളർച്ച നിർത്താൻ പോലുമാണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യലായിട്ടും എന്തായിട്ടും. അപ്പോൾ ഇയാൾ എടുത്തൊരു തീരുമാനമായിരുന്നു, ഈ വിൻ്റർ തുടങ്ങുമ്പോൾ അവരവരുടെ പോസ്റ്റുകൾ ഒഴിഞ്ഞ് അവർ നോർമൽ സ്ഥലത്തേക്ക് വരിക എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ഭാഗത്തേക്കും വന്നു, അവരവരുടെ ഭാഗത്തേക്കും പോയി. രണ്ടുപേരും മാറിയപ്പോൾ ഇവരുടെ പട്ടാളക്കാർ തിരിച്ചു വന്നു. നമ്മളത് 1948 തൊട്ട് നടക്കുന്നതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിച്ചില്ല. പാളിച്ചയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വേറെ വഴിയില്ല. കാരണം ഇവർ വന്നോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് വരെ വന്നിട്ടില്ല. 10-50 കൊല്ലത്തെ എക്സ്പീരിയൻസും ഉണ്ടല്ലോ. ഇവർ തിരിച്ച് വരികയും അവരുടെ പോസ്റ്റ് ഒക്യുപ്പൈ ചെയ്തു എന്ന് മാത്രമല്ല, നമ്മുടെ പോസ്റ്റ് കാലിയായിട്ട് കിടക്കുമല്ലേ, നമ്മുടെ പട്ടാളക്കാർ തിരിച്ചു വന്നു, ഇവർ ആ പോസ്റ്റും കൂടെ ഒക്യുപ്പൈ ചെയ്തു. ഞാനതാണ് പറഞ്ഞത്, വിശ്വാസവഞ്ചന എന്ന് പറയുമ്പോൾ എഴുതി വെച്ച റൂള് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പോലും ഓക്കെയാണ്, അവർ നമ്മുടെ ഇതിലേക്ക് കയറി തന്നു. ഉദ്ദേശം കാശ്മീർ ഇഷ്യൂ വീണ്ടും അന്താരാഷ്ട്ര തലത്തിലേക്ക് പൊലിപ്പിക്കുക. യുദ്ധം ജയിക്കണമെന്നൊന്നും മുഷറഫിനൊന്നും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, തോന്നുന്നില്ല. ഇത് വീണ്ടും ഒരു ചർച്ചാ വിഷയമാക്കി എടുക്കുകയും വീണ്ടും കാശ്മീർ നമ്മുടെ ഭാഗത്തേക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞു വരികയും, എന്ന് മാത്രമല്ല കാശ്മീരിൽ നിന്ന് ലഡാക്കിലേക്ക് പോകുന്ന ആ മെയിൻ റോഡ് ഹൈവേ NH1 അതിലേക്ക് നോക്കി നിൽക്കുന്ന മലനിരകളാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങൾ, കാർഗിൽ, ദ്രാസ്, ആ സെക്ടറിലൊക്കെ ഉള്ളത്. ഇത് ഇവർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഹൈറ്റിലാണ് ഇരിക്കുന്ന, അവരുടെ അടുത്ത് എല്ലാ വെപ്പൺസും ഉണ്ട്. ലഡാക്ക് കാശ്മീരിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യാം. ഇത് കട്ട് ഓഫ് ചെയ്ത് ലഡാക്കിനെ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ
പതുക്കെ ഇവർക്ക് കാശ്മീരിലേക്കും കയറി പിടിക്കാം. അപ്പോൾ അങ്ങനെ കാശ്മീർ വീണ്ടും പിടിച്ചാൽ വളരെ നല്ലത്, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണലൈസ് ചെയ്ത് അന്താരാഷ്ട്ര തലത്തിൽ ഇത് ചർച്ചയാക്കി കാശ്മീർ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശവും വിശ്വാസവഞ്ചനയും. ഇത് ഫെബ്രുവരി മാർച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ സാധാരണ മെയ് മാസത്തിൻ്റെ ഒടുക്കം അല്ലെങ്കിൽ ജൂൺ മാസത്തിലൊക്കെയാണ് നമ്മൾ തിരിച്ചു കയറുന്നത്, വിൻ്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നുള്ള സമയത്ത്. പക്ഷെ അതിനു മുമ്പേ നമ്മുടെ അവിടെയൊക്കെ ഈ ആടൊക്കെ മേച്ച് കിടക്കുന്ന ആൾക്കാർ അവിടെ പോവുകയും അവിടെ മൂവ്മെൻറ്റ് ജനങ്ങളുടെ ഇതുണ്ടെന്ന് അറിയുകയും നമ്മുടെ ആൾക്കാരെ അറിയിക്കുകയും ചെയ്യുകയും, അപ്പോൾ ഈ നമ്മുടെ വീട്ടിലേക്ക് കയറിയിരിക്കുന്ന ഈ ശത്രുക്കളെ ഒഴിപ്പിച്ച് വിടുക എന്ന് മാത്രമേ നമ്മുടെ അടുത്തൊരു ഓപ്ഷനുള്ളൂ. പാകിസ്ഥാൻ്റെ പോസ്റ്റുകൾ പിടിച്ചെടുക്കണമെന്നോ അങ്ങനെ യാതൊരു ഉദ്ദേശം ആ സമയത്തും നമുക്കുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മലനിരകൾ അല്ലെങ്കിൽ ഭൂപ്രകൃതി, ക്ലൈമറ്റ് എല്ലാം നമുക്ക്, കാരണം പ്രോപ്പർ വിൻ്റർ കഴിഞ്ഞിട്ടില്ല, ആ സമയത്താണ് ഇത് റിപ്പോർട്ടാക്കപ്പെടുന്നത്. അപ്പം പിന്നെ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാവുകയും ആൾക്കാരെ കൊണ്ട് കൂടുതൽ പട്ടാളത്തിൽ അയക്കുകയും നമ്മുടെ വീട്ടിൽ കയറിയിരിക്കുന്ന, പോസ്റ്റിലേക്ക് കയറിയിരിക്കുന്ന പാകിസ്ഥാനെ, അതും ടൈഗർ ഹിൽ പോലെയുള്ള ഹൈറ്റുകളിൽ നിന്ന് അവനെ ഒഴിച്ചു വിടണമെന്നുണ്ടെങ്കിൽ അവനെ കൊല്ലണം അല്ലെങ്കിൽ തിരിച്ച് തെറിച്ച് വിടണം. അപ്പം അങ്ങനത്തെ ഹൈറ്റുകളിൽ പോയി അവരെ തിരിച്ച് ഓടിക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്ത് അത് മുഴുവൻ നമ്മൾ തിരിച്ചെടുത്തത് മാത്രമേ കാർഗിൽ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതൊന്ന്. രണ്ട്, പാകിസ്ഥാൻ്റെ ആ ഒരു അതേ സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ പോസ്റ്റുകൾ വേണമെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാമായിരുന്നു. അത് നമ്മൾ ഒരിക്കലും ചരിത്രത്തിൽ ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യൂല, നമുക്കതിൻ്റെ ആവശ്യമില്ല. ഈ മുഷറഫ് എന്താണോ പ്ലാൻ ചെയ്തത് അന്താരാഷ്ട്ര തലത്തിൽ ന്യൂസ് ഈ കാശ്മീർ വീണ്ടും കത്തിക്കാനൊക്കെ ആയിട്ട്, ഈ കാർഗിൽ യുദ്ധം കഴിഞ്ഞോടുകൂടി അതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് സംഭവിച്ചു. അവരുടെ വിശ്വാസവഞ്ചന ലോകം മുഴുവൻ അറിയുകയും അത് അംഗീകരിക്കുകയും അവർ വിശ്വാസവഞ്ചനയാണെന്ന് അമേരിക്ക അടക്കമുള്ള ആൾക്കാർ പറയുകയും, നമ്മുടെ പ്രശസ്തി ഈ ഒരു ഇത്രയും നമ്മുടെ വീട്ടിലേക്ക് ആൾ കയറി വന്നിട്ട് പോലും നമ്മുടെ ഇത് പിടിച്ചെടുത്ത് നമ്മളവിടെ കൺസ്ട്രെയിൻറ്റ് കാണിച്ച് നിർത്തിയാലും നമ്മുടെ യശസ് അല്ലെങ്കിൽ ആ ഒരു വേൾഡ് സ്റ്റാൻഡിങ് അങ്ങേയറ്റം ഉയർത്തപ്പെടുകയും ചെയ്തു. അതാണ് കാർഗിൽ വാറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഈ ഓപ്പറേഷൻ നടന്നൊരു മൊത്തം സ്ഥലം നോക്കുകയാണെങ്കിൽ ഒരു 150 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ മാത്രമേ ആക്ഷൻ നടന്നിട്ടുള്ളൂ പറയുമ്പോൾ. പിന്നെ നമ്മുടെ ഒരു 2 ലക്ഷത്തോളം പട്ടാളക്കാർ അധികമായിട്ട്, കാരണം ഒഴിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് മലയുടെ മുകളിൽ എന്നൊക്കെ പറയുമ്പോൾ അത്രയും പട്ടാളക്കാർ പോവുകയും അവരുടെയും അത്ര തന്നെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അൺഫോർച്ചുനേറ്റ് പാർട്ട് എല്ലാ യുദ്ധത്തിലും നടക്കുന്ന പോലെ നമുക്ക് 500-ലധികം പട്ടാളക്കാരെ ബലിയർപ്പിക്കേണ്ടി വന്നു. അതിൻ്റെ ഇരട്ടിയുള്ള ആൾക്കാർ ഡിസബിലിറ്റി കാരണം അങ്ങനെ എടുക്കേണ്ടി വന്നു. 537 അങ്ങനെയൊക്കെയാണ് ഫൈനൽ കണക്ക്. അത് അൺഫോർച്ചുനേറ്റ് പാർട്ടാണ്. പക്ഷെ അതിൻ്റെ കഥകൾ, അതിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആൾക്കാർ, നമ്മുടെ കേരളക്കാരായിട്ടുള്ള ലഫ്റ്റനൻറ്റ് കേണൽ വിശ്വനാഥൻ, തൃപ്പൂണിത്തുറക്കാരനായിട്ടുള്ള വിശ്വനാഥൻ അടക്കമുള്ള ആളുകൾ, ക്യാപ്റ്റൻ വിക്രം പോലെയുള്ള ആളുകൾ, ആ കഥകളൊക്കെ പറഞ്ഞാൽ അത് നമുക്കൊരു ഇന്നും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നിൽക്കുന്നു. കാർഗിൽ യുദ്ധത്തിന് ശേഷം സുബ്രഹ്മണ്യം കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും, അപ്പോൾ ഈ വിശ്വാസവഞ്ചകരെ അവരെന്ത് തന്നെ മുദ്ര പേപ്പറിൽ എഴുതി തന്നാലും ഇവർ പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ അന്ന് കാശ്മീരിൽ ശ്രീനഗറിൽ 15 കോർ എന്ന് പറഞ്ഞ ഒരു കോറായിരുന്നു ഈ ലഡാക്കിൻ്റെ അറ്റം വരെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ കാർഗിൽ ഇൻ ആൻഡ് അറൗണ്ട് കംപ്ലീറ്റ് ഏരിയയിൽ ഒരു ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു 3000 പേരായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. ഇന്ന് ലഡാക്ക് മാത്രം നോക്കാനായിട്ടൊരു കോറ്, അതായത് ബ്രിഗേഡ് കഴിഞ്ഞ് ഡിവിഷൻ കഴിഞ്ഞ് കോറ്, അതായത് ഏകദേശം ഒരു 50,000 പേര് വരുന്ന ഒരാൾക്കാർ ലഡാക്ക് നോക്കാൻ മാത്രം ഉണ്ട്. 15 കോർ അവിടെ തന്നെ നിൽപ്പുണ്ട്.
അതിൻ്റെ പോസ്റ്റുകളൊക്കെ നമുക്ക് ഇനി അവർ ഇപ്പോൾ നമ്മളിപ്പോൾ വിൻ്ററിൽ തിരിച്ചു വരുന്നില്ല, അപ്പോൾ അവിടെ തന്നെ നിൽക്കാനുള്ള സെറ്റപ്പുകൾ അവിടെയൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുത്തു. അപ്പോൾ ഏത് വിൻ്ററിൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ 365 ദിവസം അവിടെ ഇതായി എന്ന് മാത്രമല്ല, ഇതിലൂടെ നമ്മൾ കൊടുത്തിട്ടുള്ളൊരു പാഠം, അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അതുപോലെ ആ പാകിസ്ഥാന് കൊടുത്തൊരു പാഠം നോക്കുമ്പോൾ സാധാരണ നിലയ്ക്ക് ഇനി ഇങ്ങനെ ഒരു സാഹസികത പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ, സംഗതി ഇപ്പം നമുക്ക് ചോദിക്കാൻ, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പഹൽഗാമിൽ തീവ്രവാദി ഇതുണ്ടായല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവും. കാരണം ആ പാകിസ്ഥാൻ നിലനിൽക്കുന്നത് തന്നെ ഇന്ത്യയെ ചൊറിയാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഓരോ കാര്യത്തിന് വേണ്ടി. അതിന് നമ്മളും പ്രിപ്പയർഡാണ്. അപ്പോൾ ഈ സുബ്രഹ്മണ്യം കമ്മിറ്റിയുടെ വളരെ വിലപ്പെട്ട തീരുമാനങ്ങളനുസരിച്ച് നമ്മുടെ സെറ്റപ്പൊക്കെ മൊത്തം മാറി. അപ്പോൾ ഇത്തരം വിശ്വാസവഞ്ചന ഇനി നടക്കില്ല. അപ്പോൾ അതിനുള്ള ഒരു സെറ്റപ്പ് കംപ്ലീറ്റ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് അടക്കമുള്ള സെറ്റപ്പ് ഇപ്പോൾ ബോർഡർ ഏരിയയിൽ ആയിട്ടുണ്ട്. ഈ കാർഗിലുമായി യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മളത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ, അത്രയും ചെങ്കുത്തായ ഒരു മലനിരകളിൽ മുകളിലാണ് ശത്രുക്കളുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു വളരെ വിഷമകരമായ ഒരു ദൗത്യം, അത് പലപ്പോഴും എപ്പോൾ വേണേലും മരിക്കാമെന്നുള്ള ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടായിരിക്കാം കൂടുതൽ പട്ടാളക്കാരെ നമുക്ക് നഷ്ടമായതും. കാര്യം മുകളിലേക്ക് ഒരു സ്ട്രാറ്റജിക്കായിട്ടതൊരു നെഗറ്റീവ് കണ്ടീഷനാണ്. പക്ഷേ ഒരുപാട് വീരേതിഹാസങ്ങളാണ് അത് കാർഗിലുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ളത്. കാര്യം മനുഷ്യന് ഒരിക്കലും ചെയ്യാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ പട്ടാളക്കാർ അവിടെ ചെയ്തു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അത് തീർച്ചയായിട്ടും. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഇന്നും കരുത്തെന്ന് പറയുന്നത് അവൻ്റെ കയ്യിലിരിക്കുന്ന തോക്കിൻ്റെയോ അല്ലെങ്കിൽ പീരങ്കിയുടെയോ ബലത്തിലല്ല. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ, അത് ലോകം മുഴുവൻ അംഗീകരിച്ച കാര്യമാണ്, ചൈനക്കാരാണെങ്കിലും പാകിസ്ഥാൻകാരാണെങ്കിലും പ്രത്യേകിച്ച്, അവരുടെ കരുത്തെന്ന് പറയുന്നത് അവിടെ നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ ആ മനോവീര്യമാണ്. ചത്താലും ശരി തോറ്റു കൊടുക്കില്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ഈ ഒരു പട്ടാളക്കാരുടെ ആറ്റിറ്റ്യൂഡും ആ ഒരു റെജിമെൻ്റൽ സ്പിരിറ്റും നമ്മുടെ ഈ പൾട്ടൻ കാ ഇജ്ജത്ത് എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്ന, അതായത് ഞങ്ങളുടെ ബറ്റാലിയന് വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യും, ആ മരിക്കാനും വിരോധമില്ല എന്നുള്ളൊരു ആ ഒരു ഫൈറ്റിംഗ് ആറ്റിറ്റ്യൂഡ്, അതാണ് ഇതിൻ്റെ പ്രധാന ഒരു വശം. പിന്നെ ഇതല്ലാതെ വേറെ വഴിയില്ല നമുക്ക്. ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞല്ലോ, ചെങ്കുത്തായിട്ടുള്ള മല, അതും ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ക്ലൈമറ്റ്, കൂരിരുട്ട്, അവർക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങൾ, പരിചയം ഇല്ല എന്നല്ല, ഈ ഫൈറ്റ് ചെയ്യാൻ വന്നവരൊക്കെ വേറെ സപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ജനങ്ങളാണല്ലോ. എന്ന് മാത്രമല്ല, ഈ മലയുടെ മേലെ പാകിസ്ഥാൻ പട്ടാളക്കാരൻ ഇരിപ്പുണ്ട്. ഒരു കല്ല് താഴത്തിട്ടാലും കല്ല് താഴത്ത് ഇടില്ല. നമ്മളിവിടെ കയറിപ്പോകുന്നതിൻ്റെ ഒരു പുല്ലനങ്ങുന്ന ശബ്ദം കേട്ടാൽ അവൻ കണ്ണടച്ചിട്ടല്ലേ മെഷീൻ ഗൺ വെക്കുന്നത്. എന്ത് ചെയ്താലും ഇവിടെ മരണം സംഭവിക്കും, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇത് മല കയറുക, അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ വെടി കൊള്ളാതെ രക്ഷപ്പെടുക. അവിടെ എത്തുമ്പോഴേക്കും ഞാൻ പറയട്ടെ, ഈ സ്റ്റുഡിയോയിലേക്ക് കയറി വരുമ്പോൾ ഒരു 10-15 പടിയുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് കയറി വരുമ്പോഴേക്കും നമുക്ക് ശ്വാസം മുട്ടും. അവിടെ മലയിലേക്ക് കയറുക, അതും ഈ -50 ഡിഗ്രിയിൽ കയറുക എന്ന് പറഞ്ഞാൽ ഈ മഴവും കയറും ഒക്കെ വെച്ചിട്ട് വേണം കയറാൻ, ശബ്ദം കേൾക്കാതെ. ഇതൊക്കെ എത്തിപ്പെട്ട് അവൻ മേലേക്ക് എത്തുവാണെന്ന് തന്നെ വിചാരിച്ചോ. എന്തായിരിക്കും അവൻ്റെ ഒരു ശാരീരിക ഇത്? അവനവിടെ പിക്നിക് നടത്താനല്ല പോണത്. അവിടെ ചെന്ന് അവിടെ നിൽക്കുന്ന പാകിസ്ഥാൻകാരനായിട്ട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഒന്നിൽ അവനെ കൊല്ലണം, അല്ലെങ്കിൽ ഇവൻ ചാവണം, എന്നാലേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് അവനെ എവിക്റ്റ് ചെയ്യണം, ഒന്നിൽ ജീവനോടെ പിടിക്കണം, അല്ലെങ്കിൽ കൊല്ലണം. എന്നിട്ട് വേണം ആ സ്ഥലം നമ്മുടെ ആവാൻ. നമ്മുടെയാണ് ആ സ്ഥലം, അവൻ കയറി വന്നിരിക്കുന്നതാണ്. അത് ഈ വീര്യം എന്ന് പറയുന്ന അതിൻ്റെ എക്സാമ്പിള് കുറേ നമുക്ക് പറയാനുണ്ട്. കഥകളൊക്കെ അവൈലബിളാണ്. കാർഗിൽ യുദ്ധത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 4 പേർക്ക് പരംവീർ ചക്ര കിട്ടിയിട്ടുള്ളതാണ്. കുറേ പേർക്ക് മഹാവീർ ചക്ര, പിന്നെ കുറേ പേർക്ക് വീർ ചക്ര കിട്ടിയിട്ടുള്ളതാണ്. ഈ പരംവീർ ചക്ര, മഹാവീർ ചക്ര, വീർ ചക്ര എന്ന് പറയുന്ന സീരീസ് ഓഫ് മെഡൽസ് അല്ലെങ്കിൽ അവാർഡുകൾ
യുദ്ധമായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രം കൊടുക്കപ്പെടുന്ന അവാർഡുകളാണ്. അതിന് തത്തുല്യമായിട്ടുള്ള അവാർഡുകൾ യുദ്ധമായിട്ട് പ്രഖ്യാപിക്കാത്തപ്പോൾ തീവ്രവാദി ഇതിലൊക്കെ സംഭവിക്കുമ്പോൾ കൊടുക്കുന്നതാണ് അശോക് ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര. അത് പരംവീർ ചക്രയുടെ തൊട്ടടുത്തത് അശോക് ചക്ര, പിന്നെ മഹാവീർ ചക്ര, പിന്നെ ഇവിടെ കീർത്തി ചക്ര, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അശോക് ചക്ര കേണൽ ജോർജൻ തോമസ്, തീവ്രവാദ യുദ്ധത്തിൽ തിരുവല്ലക്കാരൻ കേണൽ ജോർജൻ തോമസ് മരിച്ചു പോയിരുന്നു, അദ്ദേഹത്തിന് അശോക് ചക്ര കൊടുത്തിരുന്നു. ആലുവക്കാരനായിട്ടുള്ള കേണൽ എൻ ജനാർദ്ദനൻ നായർ, അദ്ദേഹത്തിന് അശോക് ചക്രവും അതിനു മുമ്പൊരു ഇതിൽ കീർത്തി ചക്രവും കിട്ടിയിട്ടുള്ളത്. ഇൻഫാക്ട് എത്ര പേർക്ക് അറിയുന്നറിയില്ല, ഈ 2 മെഡൽ, ഏറ്റവും വലിയ പീസ് ടൈമിലുള്ള 2 അവാർഡുകളും കിട്ടിയിട്ടുള്ള ഒരേ ഒരു സൈനികൻ മലയാളിയായിട്ടുള്ള കേണൽ ജനാർദ്ദനൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഇപ്പോഴും ട്രിവാൻഡ്രത്ത് ഉണ്ട്, എനിക്കറിയാം അവരെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഹയ്യസ്റ്റ് ഡെക്കറേറ്റഡ് സോൾജർ, ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം ഹയ്യസ്റ്റ് റെസിപ്പിയൻ്റ് കേണൽ ജനാർദ്ദനൻ നായരാണ്. മറാഠാസ് ഇതിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് നെറ്റിലും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സന്ദീപ് ഉണ്ണികൃഷ്ണന് അശോക് ചക്ര കൊടുത്തു, ഇതില്ലാത്ത സമയത്ത്. ഇന്ന് വരെ ഇന്ത്യ ചരിത്രത്തിൽ 21 പേർക്കാണ് പരംവീർ ചക്ര, ഇത് 48 യുദ്ധം തൊട്ട് ഇതുവരെ പരംവീർ ചക്ര കൊടുത്തിട്ടുള്ളത് 21 പേർക്കേ ഉള്ളൂ. അതിൽ 14 പേർക്ക് മരണോപരാന്തമായിട്ടാണ്. പലരുടെയും തെറ്റിദ്ധാരണ ഈ പരംവീർ ചക്ര മരിച്ചവർക്കേ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമല്ല, അത് അതിൻ്റെ ആക്ട് അനുസരിച്ചാണ്, അവർ ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച്. 7 പേർക്കാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരംവീർ ചക്ര കിട്ടിയത്. അതിൽ 2 പേര് കാർഗിൽ യുദ്ധത്തിൽ പരംവീർ ചക്ര കിട്ടിയ സുബേദാർ മേജർ ഓണററി ക്യാപ്റ്റൻ യോഗേന്ദർ സിംഗ് യാദവും സുബേദാർ മേജർ സഞ്ജയ് കുമാറും ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവർ. പിന്നൊരു സുബേദാർ മേജർ ഓണററി ക്യാപ്റ്റനായിട്ടുള്ള ബാന സിംഗ്, അദ്ദേഹം ഈ സിയാച്ചൻ പിടിച്ചെടുക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിച്ചാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, 80 വയസ്സായി, ജമ്മുവിലാണ് ജീവിക്കുന്നത്. അവർ 3 പേരാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന പരംവീർ ചക്രക്കാർ. ഈ യോഗേന്ദർ സിംഗ് യാദവ് എന്ന് പറയുന്ന ഒരൊറ്റ ആളുടെ കഥ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം അതിലുണ്ട്. പുള്ളിക്ക് അന്ന് 19 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അദ്ദേഹം 18 ഗ്രനേഡിയേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ തൃപ്പൂണിത്തുറ കാരൻ കേണൽ വിശ്വനാഥനും 18 ഗ്രനേഡിയേഴ്സിന് ആയിരുന്നു. അദ്ദേഹം അതിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡായിരുന്നു. ആ സമയത്ത് നമ്പർ 2 ആളായിരുന്നു. ഇവർക്ക് ആണ് ടൈഗർ ഹില്ല് പിടിച്ചെടുക്കാനുള്ള ടാസ്ക് കിട്ടി. അപ്പോൾ ഇവരുടെ യൂണിറ്റുകാർ എല്ലാവരും അവിടെ തമ്പടിക്കുന്നുണ്ട്. ഈ യോഗേന്ദർ സിംഗ് യാദവ് അതിൻ്റെ ഒരു 6 മാസം മുമ്പ് വിവാഹിതനായത്. 19 വയസ്സിൽ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചാൽ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അന്നത്തെ സിറ്റുവേഷൻ വെച്ച് പുള്ളി മാരീഡ് ആയിരുന്നു. പുള്ളിയുടെ അച്ഛനൊക്കെ പട്ടാളത്തിലായിരുന്നു, ശിപ്പായിയോ ഹവൽദാറോ ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഈ യുദ്ധം വരുമ്പോൾ പട്ടാളക്കാരെ തിരിച്ചു വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട്, ലീവിലുള്ള ആൾക്കാരെയും തിരിച്ചു വിളിക്കും. ഇദ്ദേഹം ന്യൂലി മാരീഡ് ആണല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് ടെലിഗ്രാം പോലും അയച്ചില്ല. അവൻ കുറച്ച് ദിവസം ഭാര്യയുടെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ, ഇനി ഇവിടെ എങ്ങാനും വന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ആ പാവം പെൺകുട്ടിയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇയാൾക്ക് അയച്ചില്ല. ഇയാൾ പേപ്പറിലൂടെയൊക്കെയാണ് അറിഞ്ഞത് കാർഗിൽ യുദ്ധം അവിടെ തുടങ്ങിയെന്നും എൻ്റെ യൂണിറ്റ് 18 ഗ്രനേഡിയേഴ്സ് അവിടെ ഉണ്ടെന്നും എന്നെ എന്തുകൊണ്ട് ഇവർ വിളിച്ചില്ല എന്ന് തോന്നി ഇയാൾ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് അവർ വിളിക്കാതെ തന്നെ ഈ പുള്ളി അവിടെ എത്തിപ്പെടുമായത്. പുള്ളി ഒരു സാധാരണ ശിപ്പായി റാങ്കിലുള്ള, ഏറ്റവും താഴെയുള്ള റാങ്കിലുള്ള ഒരു മനുഷ്യൻ, 19.5 വയസ്സ് ആ സമയത്ത്. എനിവേ, അപ്പോൾ ഇയാളോട് ചോദിച്ചാൽ കാണും, നീ എന്തിനാണോ വന്നേ, വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെയാണ് ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഞാനത് കൺമിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നത്. ഈ ടൈഗർ ഹില്ല് പിടിച്ചെടുക്കാൻ ചോദ്യത്തിൽ എക്സാക്ട്ലി നിങ്ങൾ ചോദിച്ച പോലെ തന്നെ -50 ഡിഗ്രി ടെമ്പറേച്ചർ, മല വളരെ കുത്തനെ നിൽക്കുന്നു. അതിൻ്റെ ലാസ്റ്റ് ഒരു 100 മീറ്റർ എന്ന് പറയുന്നത് 90 ഡിഗ്രിയിലാണ്, ഇങ്ങനെയാണ് നിൽക്കണേ. മീതെ 10ഓളം പാകിസ്ഥാൻകാർ മെഷീൻ ഗണ്ണോട് കൂടി നിൽപ്പുണ്ട്. അവരെ എവിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കൊല്ലണം. ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല.
വെറും കയ്യാലെയും അവരുടെ കയ്യിൽ മെഷീൻ കണ്ണായിരിക്കണം പാകിസ്ഥാൻകാരുടെ കയ്യിൽ, അത് കയറിപ്പോയാലും നടക്കില്ല. അപ്പോൾ ഒരു സെക്ഷൻ, അതായത് നമ്മുടെ ഒരു 10 പേരെങ്കിലും, 100 പേര് കയറിപ്പോയാൽ ഏറ്റവും നല്ലത്. പക്ഷേ മലയാണ്, അങ്ങനെ കയറിപ്പോകാൻ പറ്റില്ല. അങ്ങനെ കയറണമെങ്കിൽ തന്നെ മഴവും കയറൊക്കെ വെച്ചിട്ട് വേണം കയറാൻ. കൂരിട്ട് നമുക്കറിയാത്ത സ്ഥലങ്ങൾ, ടെമ്പറേച്ചർ. ഒരാൾ എങ്ങനെയെങ്കിലും മേലെ കയറിയിട്ട് വേണം അവിടെ കയറ് എവിടെയെങ്കിലും ഘടിപ്പിച്ചിട്ട് താഴേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ആ കയറ് പിടിച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് കയറാമെന്നുള്ളതൊക്കെ ആയിരുന്നു ധാരണ. അപ്പോൾ ഇവർ താഴെ ഇരുന്ന്, ആ മലയുടെ താഴെ ഇരുന്ന് വട്ടം കൂടി ഈ 10 പേരുടെ ടീം, ഒരു ഓഫീസറും ഉണ്ടായിരുന്നു, ഇവർ ടീം തീരുമാനിക്കുവാണ് മേലേക്ക് ഒരാൾ ആദ്യം പോകണം. ആര് പോവും? ആ ടീമിൽ യോഗേന്ദ്ര സിംഗ് യാദവിനെയും എടുത്തു. കാരണം അയാൾ കമാൻഡോ ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഘാതക് പ്ലാറ്റൂൺ എന്ന് പറയും. ആ ഘാതക് പ്ലാറ്റൂൺ ഘാതക് എന്ന് പറഞ്ഞാൽ കൊലയാളി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവൻ പോയാൽ അവൻ മരിച്ചിരിക്കും, ശത്രു മരിച്ചിരിക്കും എന്നുള്ള ഘാതക് പ്ലാറ്റൂണിൻ്റെ ആളായിരുന്നു. ആര് പോവും എന്ന് ചോദിച്ചിരിക്കുമ്പോൾ, ഇത് കഥ ഞാൻ വായിക്കുക മാത്രമല്ല, യോഗേന്ദ്ര സിംഗ് യാദവ് ഞാൻ 3-4 പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരേ റൂമിൽ താമസിച്ചിട്ടുണ്ട്. യാദവിൻ്റെ വായിൽ നിന്ന് തന്നെ ഈ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുമുണ്ട്. എന്നാൽ ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചോറ് മാന്തിക്കുക എന്ന് പറഞ്ഞ്, എന്നാൽ യാദവ് പോട്ടെ എന്നല്ല തീരുമാനമെടുത്തത്. എല്ലാവരും പറഞ്ഞു പാവം പയ്യൻ, ഇവനെ വിടണ്ട. ഒന്ന് ന്യൂലി മാരീഡ് കൊച്ചു പയ്യൻ, അവൻ അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല. അവൻ കയറിപ്പോയി കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ അവൻ മാത്രമല്ല, നമ്മുടെ കാര്യം മാത്രമല്ല, യുദ്ധം തന്നെ നമ്മൾ തോറ്റുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടതല്ലാതെ ആരും ഈ യാദവിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന പോലുമില്ല. ഈ യാദവ് ആരും പോകണില്ല വെച്ചാൽ ഞാൻ പോവാം എന്നല്ല പറഞ്ഞത്. ഈ ഒരു ചാൻസ് എനിക്ക് തരാമോ എന്നാണ് ചോദിച്ചത്. നമ്മളാണെങ്കിൽ ചോദിക്കുമോ ഈ ഒരു ചോദ്യം? ഏത് മരിക്കാനേ കുത്തനെ നിൽക്കുന്നു, -डिग्री അതൊക്കെ പോട്ടെ, മുകളിൽ മെഷീൻ ഗൺ പിടിച്ചിരിക്കുന്ന പാകിസ്ഥാൻകാരിരിക്കുന്ന ഈ ഒരു അവസരം എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും കളിയാക്കി, നീ പോണ്ട, നീ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം നിർബന്ധിച്ച് ഞാൻ പോയേക്കാം, ഞാൻ ചെറുപ്പക്കാരനല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം. പിന്നെ നടന്നത് ചരിത്രമാണ്. ഈ യാദവ് മഴവും ഇതും വെച്ച് കയറുകയും ഈ കയറുന്നതിൻ്റെ ഇടയ്ക്ക് 12 13 വെടിയുണ്ടകൾ അയാളുടെ ശരീരത്തിൽ കൊണ്ടു. മരണം സംഭവിക്കാനുള്ള ഒരു സ്ഥലത്ത് ഒരു പക്ഷേ കൊണ്ടില്ലായിരിക്കും, പക്ഷേ ബ്ലീഡിങ് ഒബ്വിയസ്ലി നടക്കണ്ടായിരുന്നു. എങ്ങനെയോ പുള്ളി അതിൻ്റെ മേലേക്ക് കയറിയെത്തിയപ്പോഴേക്കും പുള്ളി കൊലാപ്സായി. അവർ വീണ്ടും 2 വെടിയുണ്ട വെച്ചു. എഗെയിൻ നെറ്റിലുള്ള കഥയാണ്. ഒരു ഉണ്ട കൊണ്ടത് അയാളുടെ നെഞ്ഞിലാണ്, ഹാർട്ടിൻ്റെ മേലെ. പക്ഷേ അയാളുടെ പോക്കറ്റിൽ എന്തോ വാങ്ങിച്ചതിൻ്റെ ഒരു 5 രൂപ തൊട്ട് കിടപ്പുണ്ടായിരുന്നു. അതിൽ കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്തു പോയി എന്നാണ് പറയണത്. അത് കാരണം അയാളുടെ ഹാർട്ടിലേക്ക് ഇത് തുളഞ്ഞു കയറിയില്ല. ഇയാൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവർ പിന്നെയും 2 വെടിയുണ്ട കയറ്റി അയാളുടെ ശരീരത്തിലേക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ശ്വാസം പോലും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് യാദവ് കയറിയ ഉടനെ കയറെറിഞ്ഞ് താഴേക്ക് കൊടുത്തിരുന്നു, അവിടെ സെക്യൂർ ചെയ്തിട്ട്, മുകൾ ഭാഗത്ത് എവിടെയോ കെട്ടി വെച്ചിട്ട്. എല്ലാവരും ഈ യാദവിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ പാകിസ്ഥാൻകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് 5-6 പേര് നമ്മുടെ ആൾക്കാർ കയറി വരികയും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുകയും പലർക്കും വെടികൊള്ളുകയും പാകിസ്ഥാൻകാർ ഒരാൾ പോലും ബാക്കിയില്ലാതെ നമ്മൾ കൊല്ലുകയും ആ ടൈഗർ ഹില്ല് നമ്മൾ തിരിച്ചു പിടിച്ചു. അത് ടൈഗർ ഹില്ലിൻ്റെ മാത്രം കഥ. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം. ഇന്നും ഞാൻ യാദവിൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഷർട്ടൊക്കെ ഊരി നോക്കിക്കഴിഞ്ഞാൽ അരിപ്പ പോലെ ആയിരിക്കണേ. ഒരു വെടിയുണ്ട് എപ്പോഴും ശരീരത്തിലുണ്ട് അയാളുടെ. വെടികൊള്ളാത്ത ഭാഗങ്ങളില്ല. ലക്കലി തലയിലൊന്നും കൊണ്ടില്ല. അതുകൊണ്ട് അയാൾ ബുദ്ധിയോടുകൂടി ഇരിക്കുന്നു എന്ന് മാത്രം. ഈ ടൈഗർ ഹില്ല് നമ്മൾ പിടിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ കാർഗിൽ യുദ്ധം നമ്മൾ ജയിക്കില്ലായിരുന്നു, നമ്മൾ തോൽക്കുമായിരുന്നു. യാദവിനെ പോലെ ഒരാൾ കയറിപ്പോയില്ലായിരുന്നെങ്കിൽ ടൈഗർ ഹില്ല് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു. ഒരു നിമിഷം ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ആര് വേണമെങ്കിൽ ജയിക്കാം
എവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും എപ്പോൾ യുദ്ധം ഉണ്ടായാലും ഇന്ത്യ ജയിച്ചോളുന്ന എവിടെ എഴുതി വെച്ചിട്ടില്ല. ഒരു നിമിഷം നമുക്ക് ആലോചിച്ച് നോക്കാം, ആ 99 കാർഗിൽ യുദ്ധം ഇന്ത്യ തോൽക്കുകയായിരുന്നെങ്കിൽ ഇന്ന് 2025 നമ്മൾ പറയുന്ന ഇന്ത്യ ലോകത്തിൽ എവിടെ നിൽക്കുന്നു? സാമ്പത്തികമായിട്ടും മിലിറ്ററി ശക്തിയാണെങ്കിലും നമുക്കൊരു വിശ്വാസ്യതയുണ്ടല്ലോ. ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള ലോകരാജ്യങ്ങളുടെ മനസ്സിൽ. അന്ന് നമ്മൾ തോൽക്കുകയായിരുന്നെങ്കിൽ ഒന്നാം മുഷറഫിൻ്റെ പ്ലാൻ മുഴുവൻ നടന്നേനെ. പുള്ളി കാശ്മീർ ഇഷ്യൂ ഇതാക്കി കാശ്മീർ നമ്മുടെ കയ്യിൽ നിന്ന് പോയേനെ. നമുക്ക് ഇന്ന് നിൽക്കുന്ന സ്റ്റാൻഡിങ്ങിൻ്റെ ഒരു ഭാഗത്തും നമുക്ക് എത്താൻ പറ്റില്ലായിരുന്നു. ആ ടൈഗർ ഹില്ല് പിടിച്ചെടുക്കാൻ 17 വെടിയുണ്ട അവനവൻ്റെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി ആ പിഞ്ചു ബാലൻ എന്ന് വേണമെങ്കിൽ പറയാം, 19 വയസ്സുള്ളൊരു പയ്യൻ, ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആ പയ്യൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങി, ഈ അവസരം എനിക്ക് തരാമോ എന്ന് ചോദിച്ചു വാങ്ങി കയറിപ്പോയി. ഞാൻ വളരെ കേൾക്കുന്നവർക്ക് വിഷമം ഉണ്ടാവും, എന്നാലും ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാനും നിങ്ങളൊക്കെ നെഞ്ഞി വിരിച്ച് ഇന്ത്യക്കാരനാണ് അങ്ങനെയാണെന്ന് നിൽക്കുമ്പോൾ ആ 99 കാർഗിൽ യുദ്ധം നമ്മൾ തോറ്റിരുന്നെങ്കിൽ നമ്മൾ തലയിൽ മുണ്ടിട്ട് തുടങ്ങേണ്ടി വന്നതിനെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഇന്ത്യയെ ആക്കിയതിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് മാത്രമല്ല, എന്താ പറയണത്, നിർണായക പങ്കുവഹിച്ച ആളല്ലേ യോഗേന്ദ്ര സിംഗ് യാദവ്. അയാളൊന്ന് കയറിയില്ലായിരുന്നെങ്കിൽ ടൈഗർ ഹില്ല് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു. ടൈഗർ ഹില്ല് പിടിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ കാർഗിൽ യുദ്ധം നമ്മൾ ജയിക്കില്ലായിരുന്നു. കാർഗിൽ യുദ്ധം നമ്മൾ തോറ്റിരുന്നെങ്കിൽ ഇന്ത്യ എവിടെയായിരുന്നു? അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ പൂജാമുറിയിൽ യോഗേന്ദ്ര സിംഗ് യാദവിൻ്റെ പടമൊന്നും വെച്ച് പൂജിക്കുകയൊന്നും വേണ്ട. എത്ര പേർക്ക് ഇങ്ങനൊരു യോഗേന്ദ്ര സിംഗ് യാദവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? വളരെ വിഷമത്തോടു കൂടി പറയട്ടെ, പല കോളേജുകളിലും സ്കൂളുകളിലും പോയി കുട്ടികളായിട്ടും ടീച്ചർമാരായിട്ടും മാതാപിതാക്കളായിട്ട് സംസാരിക്കുമ്പോൾ ഈ കഥ പറയുമ്പോൾ ഇങ്ങനൊരു വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ അദ്ദേഹമാണ് സിനിമാ നടിമാരുടെ ഫോട്ടോസൊക്കെയാണ് നമ്മുടെ വീടുകളിലിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ടാവും. ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? എത്ര വെടിയുണ്ട കൊണ്ടു? എത്ര ചോര ഇതാക്കിയെന്ന് എനിക്കറിയില്ല. ഞാൻ പട്ടാളക്കാരായതുകൊണ്ട് പട്ടാളക്കാരനെ നിങ്ങൾ അനർഹമായിട്ട് ബഹുമാനിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബൈബിളിൽ പറയുന്ന പോലെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ കയറി, നമുക്ക് വേണ്ടി ചോര ചിന്തി, നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്ന പോലെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇയാൾ ഇത്രയും 17 വെടിയുണ്ട അയാളുടെ ശരീരത്തിലേക്ക് കൊണ്ടിട്ടും ആ അവസാനം ബാക്കി നിന്ന ജീവനും കൊണ്ട് ആ കയറ് എറിഞ്ഞു കൊടുക്കലും 1-to-1 ബാറ്റിൽ രണ്ടുപേരെ ഇയാൾ തന്നെ രണ്ടുപേരെ കഴുത്തിരിച്ച് കൊന്നു എന്നാണ് കഥ. അങ്ങനെ ആവുമ്പോൾ ഇയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് വെടിയുണ്ട? കാലിലൊരു മുള്ളു കുത്തിയാൽ നിങ്ങൾ അനങ്ങും അവിടുന്ന്. ഒരു ഇമ്പോർട്ടൻ്റ് ദൗത്യത്തിന് വിളിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഈ ക്രൂ ടീമിൽ നിന്ന് തന്നെ നിങ്ങൾ വിളിക്കുവാണ്, മോനെ 10 മണിയായി, സാറ് ഇവിടെ ഇൻ്റർവ്യൂവിന് വന്ന് നിൽക്കുന്നുണ്ട്, നീ എന്ത് പറ്റും? സാറേ കാലിലൊരു കുപ്പിച്ചില്ല് കയറി, ഞാൻ വരാൻ പറ്റില്ല. സത്യമല്ലേ ഞാൻ പറയുന്നത്? മറ്റേത് കുപ്പിച്ചില്ലല്ല, വെടിയുണ്ട 17 കൊണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ 17 വെടിയുണ്ട സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തത്? നിങ്ങൾക്കും ഞങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ എന്നുള്ളത് അറിയണം. പോട്ടെ, നിങ്ങൾ അതിന് പകരമൊന്നും പോകണ്ട. സാറേ പട്ടാളക്കാരനല്ലേ, യുദ്ധമൊക്കെ ഉണ്ടാവും, യുദ്ധത്തിൽ വെടിയൊക്കെ കൊണ്ടുവന്നിരിക്കും. ഇയാൾ ഈ പരംവീർ ചക്ര ഇയാൾ കൊടുത്തു, അത് വേറെ കാര്യം. പരംവീർ ചക്ര കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇയാൾ ഈ വെടിയുണ്ട ഏറ്റെടുത്തത്? 15 വെടിയുണ്ട കൊണ്ടപ്പോൾ ഇയാൾ വിചാരിച്ച് കാണുമോ 15 വെടിയുണ്ട ആകുമ്പോൾ ഒരു മഹാവീർ ചക്രയെ കിട്ടുള്ളൂ, എന്നാൽ പാകിസ്ഥാൻകാരോട് ഒരു 2 കൂടെ വെച്ചേര്, എനിക്ക് പരംവീർ ചക്ര തന്നെ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണോ ഇയാൾ പോയത്? നിങ്ങളിന്ന് നെഞ്ഞു വിരിച്ച് നടക്കുമ്പോൾ ആ ഇന്നത്തെ ഇന്ത്യയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച ആളല്ലേ യോഗേന്ദ്ര സിംഗ് യാദവ്? നിങ്ങളൊരു പൂവിടണ്ട, അയാളെ ഫോൺ വിളിക്കണ്ട, അയാളുടെ പടം വെച്ച് നിങ്ങൾ അറിയണ്ട. ഇങ്ങനൊരു വ്യക്തി ഇന്ത്യയിൽ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് അയാൾക്ക് 42 വയസ്സേ ഉള്ളൂ. അതുപോലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പച്ചക്കൊരു ചോദ്യം ചോദിക്കാം, ഇയാൾ ഏറ്റെടുത്ത 17 വെടിയുണ്ട ഒരു വേസ്റ്റല്ലേ? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ,
ഹിസ്റ്ററിയൊക്കെ വായിക്കുന്നതല്ലേ, നിങ്ങൾ എന്തൊക്കെയാണ് ഒരു നടിക്ക് എത്ര മക്കളുണ്ട്, അതിൻ്റെ ആദ്യത്തെ ഭർത്താവ് എന്തൊക്കെയാണ് നമ്മൾ പരതണത്, എത്ര സമയമെടുക്കും പരമ്പര ചക്ര നേടിയിട്ടുള്ള ആൾക്കാർ എന്താണെന്നും അവരുടെ കഥകൾ എന്താണെന്നും അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നും അവരില്ലായിരുന്നെങ്കിൽ നിങ്ങളുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു ഒരാൾ 17 വെടിയുണ്ടയൊക്കെ ഏറ്റെടുത്ത് പരമ്പര ചക്ര കിട്ടി എന്നുള്ളത് വേറൊരു കാര്യം. അത് എന്നിട്ട് നമ്മൾ അവിടെയാണ് ആലോചിക്കേണ്ടത്. ഈ ബേസിക്കലി ഭാരതരത്ന 45-46 പേർക്ക് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. ആർക്ക് കൊടുത്തു, എന്തുദ്ദേശം വെച്ച് കൊടുത്തു, അതിൽ രാഷ്ട്രീയം എത്രയുണ്ട് അതൊക്കെ നമുക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. ഭാരതരത്ന കിട്ടിയതിൽ ഏറ്റവും ചെറുപ്പക്കാരൻ 42 വയസ്സിൽ കൊടുക്കപ്പെട്ട സച്ചിൻ തെണ്ടുൽക്കറാണ് ഭാരതരത്ന കൊടുത്തത്. പരമ്പര ചക്ര കിട്ടിയ 21 പേരിൽ ഏറ്റവും വയസ്സ് കൂടിയ ആൾ 38 വയസ്സിൽ പരമ്പര ചക്ര കിട്ടിയ ഷെയ്താൻ സിംഗ്, മേജർ ഷെയ്താൻ സിംഗ് എന്ന് പറഞ്ഞ 62 യുദ്ധത്തിൽ പരമ്പര ചക്ര കിട്ടിയതാണ്. കുറഞ്ഞത് 19 വയസ്സിൽ ഈ പയ്യൻ. ഭാരതരത്ന കഴിഞ്ഞിട്ടാണ് ഒരു ഇതുണ്ടല്ലോ, ഒരു സീക്വൻസ് പരമ്പര ചക്ര വരുന്നത്. അതൊന്നും വേണ്ട. ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യം മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെയൊക്കെ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ മരിച്ചു പോയാണെങ്കിൽ തന്നെ ഇവർ കുറേ പേര് മരിച്ചു. കാർഗിൽ യുദ്ധം നമ്മൾ ഇന്ത്യ ജയിച്ചു എന്ന് പറഞ്ഞ് എഴുതിയതുകൊണ്ടൊന്നും കാര്യമില്ല. അതിന് വില കൊടുത്ത ചില ആൾക്കാരുണ്ട്. പിന്നെ ഈ പരമ്പര ചക്ര എന്നൊക്കെ പറയുന്ന സാധനങ്ങളെ, ഈ വിജയം ഉറപ്പാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ ഒത്തിരി ആൾക്കാരുണ്ടാവും. സക്സസ് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനൊരു വീഡിയോ എടുത്തോ, കാർഗിൽ ദിവസമൊക്കെ നമുക്ക് പബ്ലിഷ് ചെയ്യാം, അത് ഹിറ്റാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് വന്നിരിക്കും. ഹിറ്റാവാം, ആവാതിരിക്കാം, നമുക്കറിയില്ല. അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാൽ പകുതി പേര് സ്ഥലം വിടും. ഇത് പട്ടാളത്തിൻ്റെ കഥയൊന്നും ഇന്നത്തെ കാലത്ത് വില പോവില്ലെന്നേ. നീ എന്തിനാ ഇമ്മാതിരി പരിപാടിക്ക് പോണേ? ചിലപ്പോൾ ഫ്ലൂക്കിന് സക്സസ് ആയാലും ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പേരോ ബാക്കി ഉണ്ടാവുള്ളൂ. മുന്നോട്ട് പോകുന്നത് 100% ഫെയിലിയറാണ്. 100% ഗ്യാരണ്ടീഡ് ഫെയിലിയറാണെന്ന് പറഞ്ഞാൽ മുന്നോട്ട് കാലെടുത്ത് വയ്ക്കാൻ എത്ര പേര് തയ്യാറാവും? ഞാൻ യുവതലമുറയോടും കൂടി ചോദിക്കുകയാണ്. എല്ലാവരും പഠിക്കുന്നു, അതിനനുസരിച്ചുള്ള ജോലി കിട്ടണം, അതിനനുസരിച്ചത് വേണം. സക്സസ്സാണ് എല്ലാവർക്കും വേണ്ടത്. ഫെയിലിയർ ആണ് മുന്നിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര പേര് മുന്നോട്ട് കാലെടുത്ത് വയ്ക്കും? ആ ഫെയിലിയറും മരണമാണെന്ന് അറിയുവാണെങ്കിൽ ആരെങ്കിലും ഉണ്ടാവുമോ അതിന് ബാക്കി? ഈ യോഗേന്ദ്ര സിംഗ് യാദവിന് മേലെ കയറുമ്പോൾ അറിയില്ല അയാൾ മരിച്ചു വീഴാൻ പോകാമെന്ന്. മുകളിൽ കയ്യിൽ ഉണ്ടംപൊരി വെച്ചിട്ടല്ലല്ലോ പാകിസ്ഥാൻകാർ നിൽക്കുന്നത്, മെഷീൻ ഗണ്ണല്ലേ വെച്ചിരിക്കുന്നത്. കൊള്ളില്ല, ഒരൊറ്റ വെടി പോലെ ആൾ മരിക്കാൻ. 1 ബുള്ളറ്റ് 1 എനിമി എന്നാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണെങ്കിലും ശരി, എന്തു തന്നെയാണെങ്കിലും ശരി, ഈ പാകിസ്ഥാൻകാരനെ തകർക്കാതെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരില്ല എന്നുള്ളൊരു തോന്നലുള്ള ആൾക്കാരുടെ പേര് പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രേറ്റ്ഫുൾ നേഷൻ, നന്ദി എന്താ പറയുന്നത്, ആ വാക്കിനൊക്കെ ഒരു പ്രസക്തി ഇല്ലാതെ ആയിപ്പോവും. 25 വയസ്സിന് താഴെയുള്ള ഓഫീസർമാർ പ്രത്യേകിച്ചും ഈ 527ഓളം പേര് മരിച്ചു എന്ന് പറയുന്നതിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ നിന്ന് 97 പാസ് ഔട്ടായിട്ടുള്ള 100ാമത്തെ കോഴ്സ് IMA ദറാദൂണിൽ ഞാൻ 84ാമത്തെ കോഴ്സിലാണ് ഞാൻ പാസ് ഔട്ടായത്. അതിൻ്റെ 100ാമത്തെ കോഴ്സിൽ 1ാമത്തെ കോഴ്സിൽ പാസ് ഔട്ടായിട്ടുള്ള ആളാണ് ഫീൽഡ് മാർഷൽ മനേക്ഷ. അതിൽ ഓഫീസർമാരെല്ലാം 2 കൊല്ലം 2.5 കൊല്ലം 3 കൊല്ലം സർവീസ് ഉള്ളവർ ഒത്തിരി പേര് പങ്കെടുത്തു എന്ന് മാത്രമല്ല, അതിന്ന് പാസ് ഔട്ടായ 80ഓളം ഓഫീസർമാരിൽ 25 ഓഫീസർമാർ മരണപ്പെട്ടു. ആ ഒറ്റ കോഴ്സിൽ 25 പിള്ളേർ. അത് അറിയാത്തവർ വേണമെങ്കിൽ പറയാം, സാറേ ഈ കൊച്ചു പിള്ളേരൊക്കെ മുമ്പിൽ നിർത്തിയാൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതല്ല, ഞാൻ ഈ 19 വയസ്സുകാരൻ യോഗേന്ദ്ര സിംഗ് യാദവിൻ്റെ കഥ പറഞ്ഞല്ലോ, അതൊക്കെ ആ പോരാട്ട വീര്യം തന്നെയാണ്. അതിൽ വിക്രം ബത്ര എന്ന് പറയുന്ന ആളുണ്ട്, ക്യാപ്റ്റൻ വിക്രം ബത്ര. മനോജ് പാണ്ഡെ എന്ന് പറയുന്ന ആളുണ്ട്.
അതിൻ്റെയൊക്കെ കഥ പറഞ്ഞു തുടങ്ങിയാൽ ഒത്തിരി നീണ്ടുപോകും. ഈ വിക്രം ബത്ര NCC കാഡറ്റൊക്കെ ആയിരുന്നു. റിപ്പബ്ലിക് ഡേ പരേഡിലൊക്കെ ആസ് എ കാഡറ്റ് പങ്കെടുത്തിട്ടുണ്ട്. ആ പഠിപ്പ് കഴിഞ്ഞതും പുള്ളിക്ക് മർച്ചൻ്റ് നേവിയിൽ നല്ലൊരു ജോലി കിട്ടി. മർച്ചൻ്റ് നേവിയിൽ നമുക്കറിയാമല്ലോ ശമ്പളം ഒത്തിരി ഹൈയാണ്. ആ ശമ്പളം നോക്കിയിട്ട് കുറേ പേര് അതിൽ ചേരാറുമുണ്ട്. പുള്ളി ബോംബെയിൽ ഇൻ്റർവ്യൂവിനും പോയി. അപ്പം തന്നെ പുള്ളിയുടെ സ്മാർട്ട്നെസ് കണ്ടിട്ട് സെലക്ട് ആയിന്ന് അവരപ്പം തന്നെ അനൗൺസ് ചെയ്തു. ഇന്ന തീയതി ജോയിൻ ചെയ്തോന്ന് പറഞ്ഞിട്ട് മർച്ചൻ്റ് നേവിയിൽ നിന്ന് കമ്പനിയിൽ നിന്ന് ലെറ്റർ വന്നു. പുള്ളി അവർക്ക് മറുപടി അയച്ചു. ആദ്യം വീട്ടുകാരോട് പറഞ്ഞു ഞാൻ ഈ ജോലിക്ക് പോകണില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും നല്ലൊരു ജോലി ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ കിട്ടി, നീ പോകണം എന്നൊക്കെ അവർ നിർബന്ധം പിടിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഞാനതിന് പോകണില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും രാജ്യത്തിന് വേണ്ടി ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അതായത് ഐ വോണ്ടഡ് ടു ഡു സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഫോർ ദ നേഷൻ. ഞാൻ ചോദിക്കട്ടെ, ഈ 20 വയസ്സിൽ 21 വയസ്സിലൊക്കെ ഇങ്ങനെ ഒരു വാക്കുകൾ പോലും ഉപയോഗിക്കാൻ നമുക്കൊന്നും അറിയില്ല. ആ വയസ്സിൽ അയാൾ ചേർന്നില്ല നേവിയിൽ, പരീക്ഷ എഴുതി സെലക്റ്റായി. ഈ SSB ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ 100ാമത്തെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് അയാൾ ചേർന്നു, പാസ് ഔട്ടായി. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തു, മരണപ്പെട്ടു. ഈ ദിൽ മാംഗെ മോർ എന്നൊക്കെ പറഞ്ഞ അയാളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള അയാളെ കുറച്ച് പടമൊക്കെ വന്നിട്ടുണ്ട് സിനിമ. ഈ യോഗേന്ദ്ര സിംഗ് യാദവിനെ കുറിച്ചും 1-2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദിയിൽ. എന്ന് മാത്രമല്ല ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു പട്ടാളത്തെക്കുറിച്ചുള്ള പല പട്ടാളങ്ങളെക്കുറിച്ച് എഴുതുന്ന മാഗസീനുണ്ട്. അതിൽ 2000 ഇറങ്ങിയ വാർഷിക ഒറ്റ പതിപ്പേ ഉള്ളൂ. അതിൽ ഇറങ്ങിയതിൽ അവർ സെലക്ട് ചെയ്ത ഏറ്റവും ധൈര്യമുള്ള പട്ടാളക്കാരെന്ന് പറയുന്ന 7 പട്ടാളക്കാരിൽ 4ാമനായിട്ട് ഈ യോഗേന്ദ്ര സിംഗ് യാദവിൻ്റെ പേര് അവർ പബ്ലിഷ് ചെയ്തു എന്നാണ്. വിക്രം ബത്ര ജീവൻ പോയി. പരംവീർ ചക്ര മരണാനന്തരമായിട്ട് അയാൾക്ക് കൊടുത്ത് രാജ്യം ആദരിച്ചു. ഞാനെപ്പോഴും വിക്രം ബത്രയോട് സംസാരിക്കുന്ന പോലെ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, മോനെ നിൻ്റെ ആ ഒരു സ്വപ്നം അത് നീ ശരിക്കും തന്നെ, കാരണം ഇതിനേക്കാട്ടിലും അസാധാരണമായിട്ട് ഒരു രാജ്യത്തിന് വേണ്ടി ഒരു പൗരന് എന്ത് ചെയ്യാൻ പറ്റും? ആ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വയം ജീവൻ ബലി കൊടുത്ത്. അപ്പോൾ ആ പരംവീർ ചക്രയൊക്കെ അതിൻ്റെ മെഡല് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ചക്രം ആണ് അതിൽ കൊത്തിവെച്ചിരിക്കുന്നത്. അതും ഹിന്ദു മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ വജ്രായുധം, ഇതിൻ്റെ വജ്രായുധമാണ് അതിൽ കുത്തിവെച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് വജ്രായുധം വന്നതെന്നൊക്കെ ഉള്ളത് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒന്നുണ്ട്, അത് അസുരന്മാരും അല്ലാതെ അങ്ങോട്ട് പൊങ്ങിയപ്പോൾ ആ അസുരനെ കൊല്ലാനായിട്ട് മനുഷ്യനിർമ്മിതമല്ലാത്തൊരു ആയുധം കൊണ്ടേ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് പറയുകയും, അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്താവും എന്ന് ആലോചിച്ച് അവരൊരു മനുഷ്യൻ്റെ എല്ലുകൊണ്ട് ഉണ്ടാക്കാമെന്ന് പറയുകയും അതിനുവേണ്ടി ദദീജി എന്ന് പറയുന്നൊരു മുനി, ഒരു മഹർഷി സ്വയം ബലിയർപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ വാരിയെല്ലും എല്ലാം കൊണ്ടാണ് വജ്രായുധം ഉണ്ടാക്കുകയും അത് വെച്ചിട്ട് അസുരന്മാരെ ജയിക്കുക എന്നൊക്കെയാണ് കഥ. പക്ഷേ ആ ഒരു വജ്രായുധമാണ്, അതായത് എന്നെ പറയുക, അതിനൊരു ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ടു ഡിഫെൻഡ് ദി ഡിഫെൻസ്ലെസ്. അതായത് പ്രതിരോധിക്കാൻ പോലും ഇതില്ലാത്ത ഒരു സിറ്റുവേഷനിൽ അയാളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം ബലിയർപ്പിക്കുക. അതാണ് പരംവീർ, ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വീരത. ആ വീരത സ്വന്തം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് വീരതയല്ല, രാജ്യത്തെ രക്ഷിക്കാൻ, ആ രാജ്യത്തിലൂടെ നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ, പൗരന്മാരെ രക്ഷിക്കാൻ എന്നുള്ളൊരു ലെവലിലേക്ക് പോകുന്ന വിക്രം ബത്ര. ഞാൻ വിക്രം ബത്രയോട് തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, മകനെ ഇതിനേക്കാളും അസാധാരണമായിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ ആ ഒരു കരുത്ത് തന്നെയാണ് കാർഗിൽ യുദ്ധത്തിൻ്റെ അൾട്ടിമേറ്റ് ആ വിജയത്തിലേക്ക് നമ്മളെ നയിച്ചതും. അവരെയൊക്കെ ഓർക്കേണ്ടത് കാർഗിൽ ദിവസത്തിൽ ഒരു ദിവസം മാത്രമല്ല,
നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത്, നെഞ്ഞു വിരിച്ച് നിൽക്കുന്നത്, ഇന്ത്യ രാജ്യം എന്ന് നമ്മൾ പറഞ്ഞ് അഭിമാനിക്കുന്നത് ഒക്കെ ഈ ആൾക്കാരുടെ ജീവൻ അർപ്പിച്ചിട്ടുള്ള ആ ഒരു അർപ്പണ മനോഭാവവും ആ ബലിദാനവും തന്നെയാണ് എന്നുള്ളത് എല്ലാവരും എന്നും ഓർക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ കാർഗിലുമായി ബന്ധപ്പെട്ട് അന്ന് കുറച്ച് വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും സൈനികരുടെ വീരമൃത്യു വരിച്ചവരുടെ ഭൗതികദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്ന ഒരു ഇത് പൂർണ്ണമായിട്ടും തുടങ്ങിയത് കാർഗിൽ യുദ്ധത്തോടെ ആയിരുന്നു എന്ന് ഒരു വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരുന്നോ അത് തുടങ്ങിയത്, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നോ ആരംഭിച്ചത്? അതിൽ ഫാക്ച്വലി നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ തുടങ്ങിയെങ്കിലും അതിൽ സത്യം ഇല്ല. കാരണം ഈ വിമാനങ്ങൾ, പ്രത്യേകിച്ച് പ്രൈവറ്റ് എയർലൈൻസും എല്ലാ വിമാനങ്ങളൊക്കെ കൂടുതൽ വന്നു തുടങ്ങിയത് ഏകദേശം 99, 2000, 2001 സമയത്തൊക്കെയാണ് പ്രൈവറ്റ് എയർലൈൻസും ഇന്ത്യൻ എയർലൈൻസ് തന്നെ ഇഷ്ടംപോലെ വന്നു തുടങ്ങിയതും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ഇത് നോക്കിയാലും മൊബൈലും മറ്റുള്ള കാര്യങ്ങളൊക്കെ 99, 2000 തൊട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് നടന്ന 62 യുദ്ധം, 65 യുദ്ധം, ഇതുപോലത്തെ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 100 പേര് ഒറ്റ ഓപ്പറേഷൻസിൽ മരിച്ചുപോയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ 100 പേര് 100 ഗ്രാമങ്ങളിൽ നിന്നാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 96 സമയത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ മരണമുണ്ടായപ്പോൾ അന്ന് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരൊറ്റ ഫ്ലൈറ്റേ ഉള്ളൂ. ആ ഫ്ലൈറ്റിൽ കയറി പറ്റിയാൽ കയറി പറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ വരാൻ പറ്റില്ല. അപ്പോൾ അന്ന് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇത്രയും ആളുകളുടെ വീട്ടിലേക്ക് എക്സ്ക്ലൂസീവായിട്ടുള്ള എയർഫോഴ്സിൽ നിന്ന് ഓരോ വിമാനങ്ങൾ അയക്കുക. ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ പ്രാക്ടിക്കലി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. 99 കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്താണ് ഈ പ്രൈവറ്റ് വിമാനങ്ങളും, എല്ലാം പ്രൈവറ്റ് വിമാനത്തിലല്ല പോകുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് പണ്ട് അങ്ങനെ ആയിരുന്നു. അതങ്ങനെ ഗവൺമെൻറ് ഈ പട്ടാളക്കാരെ യൂസ് ആൻഡ് ത്രോ ആയിട്ട് ഉപയോഗിച്ചു. അതായത് മരിച്ചു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ കുഴി വെട്ടി അവനെ അതിൻ്റെ ഉള്ളിലേക്ക് അടക്കുക. അവനെ ഇതല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരാത്തവരെയും അവരുടെ കുടുംബത്തെ അറിയിച്ച് പ്രത്യേക ട്രെയിനിനാണെങ്കിലും വിമാനത്തിനാണെങ്കിലും അവരെ ആ സ്ഥലത്തേക്ക് എത്തിക്കുകയും ആ ചെലവ് മുഴുവൻ ഗവൺമെൻറ് വഹിക്കുകയും അവിടെ ചെന്ന് ഏറ്റവും വീരോചിതമായിട്ടുള്ള രീതിയിൽ അവിടെ അവരുടെ ശവസംസ്കാരം നടത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതും പറ്റാവുന്നവരുടെയൊക്കെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. 62 യുദ്ധത്തിൽ ലഡാക്ക് സെക്ടറിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു യുദ്ധമായിരുന്നു, അല്ലെങ്കിൽ ഒരു ബാറ്റിൽ എന്ന് വേണമെങ്കിൽ പറയാം. ബാറ്റിൽ ഓഫ് റിസംഗ്ല. റിസംഗ്ല എന്ന് പറഞ്ഞൊരു, ലാ എന്ന് പറഞ്ഞാൽ ഈ പാസ് ചുരം, റിസംഗ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലഡാക്കിലുള്ള ഒരു ചുരം, ചൈനയുമായിട്ടുള്ള ഇതിൽ. അത് 62 വാറിൽ 13 കുമോൺ റെജിമെൻറ്റ് ബറ്റാലിയൻ ആയിരുന്നു അത് ഡിഫെൻഡ് ചെയ്യാനുള്ള ചാർജ് കൊടുത്തത്. മേജർ ഷെയ്താൻ സിംഗ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ താഴെ ഒരു 120ഓളം വരുന്ന പട്ടാളത്തിൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു കമ്പനി ആയിരുന്നു അവിടെ വെച്ചിരുന്നത്. അപ്പോൾ അതിന് എതിരായിട്ട് 62 ഒക്ടോബർ മാസത്തിലൊക്കെയാണ് നടക്കുന്നത്. ഒക്ടോബർ 18 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ 13 കുമോൺ ബറ്റാലിയൻ ഞാനൊരിക്കൽ പിന്നീട് വിസിറ്റ് ചെയ്യേണ്ടായി. അവിടെ ഓരോ കല്ലിലും ഈ ഷെയ്താൻ സിംഗിൻ്റെയും കൂടെയുള്ളവരുടെയും കഥകൾ നമുക്കത് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ചെന്നു കഴിഞ്ഞാൽ അത്രത്തോളം ധീരതയുടെ കഥകളാണ് അതിൻ്റെ പിന്നിലുള്ളത്. എനിവേ, ഞാൻ ആ കാര്യത്തിലേക്ക് വരാം. 5000 ചൈനീസ് ട്രൂപ്സ് ആണ് അപ്പുറത്തുനിന്ന്. ഇത് 120 എവിടെ കിടക്കുന്നു, 5000 എവിടെ വരുന്നു. നേരെ തിരിച്ചാണ് വേണ്ടത്. ശരിക്ക് 120 പേരാണ് അവിടെ നിന്ന് അറ്റാക്ക് ചെയ്ത് വരികയാണെങ്കിൽ അത് ഡിഫെൻഡ് ചെയ്യാൻ നമ്മുടെ അടുത്ത് 3 ഇരട്ടി ആൾക്കാർ എങ്കിലും വേണമെന്നാണ് യുദ്ധത്തിൻ്റെ നിയമം. ഇത് നേരെ തിരിച്ചായിപ്പോയി. 5000 പേര് വരികയും ഫയർ ചെയ്യുകയും പലതുമായി. പക്ഷേ ഈ റിസംഗ്ല ബാറ്റിൽ നമ്മൾ ഓർത്തെടുക്കുന്നത് അവരുടെ ലാസ്റ്റ് ശ്വാസം വരെയുള്ള ചെറുത്തുനിൽപ്പ്. ഈ കഥ പെട്ടെന്ന് നിർത്താം. അതുകൊണ്ട് ഞാൻ പറയാം, ഈ 120 പേരിൽ 116 പേരും ആ യുദ്ധത്തിൽ മരിച്ചുപോയി. ഈ മേജർ ഷെയ്താൻ സിംഗ് എന്ന് പറയുന്ന ആൾ വെടി കൊണ്ടതിന് ശേഷവും ഓരോ പോസ്റ്റിലേക്കും പോയി ആൾക്കാരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത്
അതിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ക്യാപ്റ്റൻ രാമചന്ദർ സിംഗ് എന്നോ എന്തോ ആയിരുന്നു പേര്, അന്ന് ക്യാപ്റ്റൻ ആയിരുന്നില്ല പുള്ളി. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഇദ്ദേഹം മരിച്ചു. ഈ മേജർ ഷെയ്താൻ സിംഗ് കമ്പനി കമാൻഡർ ആയിരുന്ന ആൾ മരിച്ചുപോയി. ഒരു വലിയൊരു കല്ലിൻ്റെ പിന്നിൽ ഇയാളുടെ ശരീരം ഒളിപ്പിച്ച് വെക്കുകയും 4 പേരേറ്റ് അവർ ഇഞ്ചുറി ആയിട്ടും ജീവനോടെ പിടിച്ചു നമ്മുടെ ആൾക്കാർ. ആ 4 പേരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നു. അതിലൊരാളായിരുന്നു ഈ ക്യാപ്റ്റൻ രാമേന്ദർ സിംഗ് എന്ന് പറയുന്ന ആൾ. അയാൾ പറഞ്ഞിട്ടാണ് ഇയാളുടെ ബോഡി ഇന്ന സ്ഥലത്ത് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് 5-6 മാസം കഴിഞ്ഞിട്ട് ഈ സ്നോ ഉരുകിപ്പോയ സമയത്ത് ഇവർ ചെന്ന് ഈ ഷെയ്താൻ സിംഗിൻ്റെ ബോഡി പച്ചയ്ക്ക് അതുപോലെ അയാളുടെ വെപ്പൺ നെഞ്ഞിൽ പിടിച്ച് അതുപോലെ ഇരിപ്പുണ്ടായിരുന്നു എന്നാണ്. രാജസ്ഥാൻകാരനായിരുന്നു. ഈ കഥ ഇവിടെ പറയാൻ കാരണം അദ്ദേഹത്തിന് പിന്നീട് രാജ്യം പരംവീർ ചക്ര അദ്ദേഹത്തിൻ്റെ ആ ലാസ്റ്റ് മിനിറ്റ് വരെ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു തോന്നൽ, അതിൻ്റെ ഒത്തിരി ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. കാരണം ഇവർ അവിടെ ചെറുത്ത് നിർത്തിയത് കൊണ്ട് അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ചുഷൂൽ എന്ന് പറയുന്ന വലിയൊരു എയർ സ്ട്രിപ്പായിരുന്നു. ഇവർ ചെറുത്ത് നിന്നില്ലായിരുന്നെങ്കിൽ അവർ അപ്പം തന്നെ പോയി ചുഷൂലും പിടിച്ചടക്കിയേനെ. ആ യുദ്ധം ഇവരുടെ ചെറുത്തുനിൽപ്പ് കാരണം ചുഷൂൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. ചുഷൂൽ ഇപ്പോഴും നമ്മുടെ അടുത്തുണ്ട്, ഇന്ത്യയുടെ അടുത്തുണ്ട്. അപ്പോൾ ഓരോ ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത് അവരെ പിടിച്ചു വെക്കാന്നല്ല, പിന്നിൽ അവരെത്തിപ്പെടാവുന്ന സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ചെറുത്ത് നിർത്തി എന്നുള്ളതാണ്. ഈ ഷെയ്താൻ സിംഗിൻ്റെ ഡെഡ് ബോഡി അന്ന് എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ ജോധ്പൂരിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് എത്തിക്കുകയും അവിടെ പൂർണ്ണ ബഹുമതിയോടുകൂടിയും ശവസംസ്കാരം നടത്തി. പക്ഷേ കൂട്ടത്തിൽ മരിച്ചുപോയവർ അവരെ എല്ലാവരെയും ഒരേ ചിതയിൽ ആ റിസംഗള എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ അതിനെന്തോ ഒരു വാർ മെമ്മോറിയലുണ്ട്, അവിടെ അതിൻ്റെ എന്തോ ഒരു പേരുണ്ട്. അവിടെ അവരുടെ കുടുംബക്കാരെയൊക്കെ വിളിച്ചു വരുത്തി ഇന്ത്യയുടെ സൈന്യ മേധാവിയും പിന്നെ കുറേ പ്രൈം മിനിസ്റ്റർ ആയിരുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചേർന്ന് അവിടെ ശവസംസ്കാരം ഒരുമിച്ച് ഫാമിലിയുടെ പെർമിഷനോട് കൂടി ഏതെങ്കിലും ഒരു ഫാമിലി ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ചെയ്യുമായിരുന്നു. പക്ഷേ അവർക്കും അറിയാമല്ലോ. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കണം എന്നല്ല, അതുകൊണ്ടാണ് അങ്ങനെ നടക്കാത്തത്. 99 നമ്മുടെ ഇന്ത്യയുടെ പൊതുവേ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. കാരണം ടെക്നോളജികൾ വന്നു, പ്രൈവറ്റൈസേഷൻ വന്നു, ജെറ്റുകളായി, മറ്റേതായി, മറിച്ചതായി. അതൊരു സൈനികനോടൊരു ബഹുമതി കുറവായിട്ടോ അല്ല യൂസ് ആൻഡ് ത്രോ ആയിട്ട് എടുത്തു എന്നുള്ളത് ഒരു റോങ് ഇൻ്റർപ്രിട്ടേഷനാണ്. അത് ശരിയല്ല. അങ്ങനെ ഗവൺമെൻറ് റൂൾ ഒരിക്കലും പട്ടാളത്തിലും നിയമം അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ പൊതുവെ ഡെക്കറേഷൻസ് അത് പലവിധ മെഡലുകളുണ്ട്. സേനാ മെഡലുണ്ട്, അതിവിശിഷ്ട സേവാ മെഡൽ, അതുപോലെ തന്നെ യുദ്ധകാലത്തെ അല്ലെങ്കിൽ സംഘർഷ സമയത്തെ അശോകചക്ര, അങ്ങനെയൊക്കെ പരംവീർ ചക്ര. ഈ മെഡലുകൾ പൊതുവെ എങ്ങനെയാണ് ഈ മെഡലുകളുടെ ഒരു രീതി? മെഡലുകൾ കൊടുക്കുന്നതിന് സേനാ മെഡൽ, ഇപ്പോൾ സാറിന് തന്നെ ഇത്രയും മെഡലുകളുണ്ട്, അഭിമാനത്തോടെ അണിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് അതിലൊക്കെ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? അല്ല, ഇതിൻ്റെ ഒന്ന് ഈ ഗാലൻട്രി മെഡൽസാണ്. എനിക്കതൊന്നും കിട്ടിയിട്ടില്ല. സേനാ മെഡൽ പോലെയോ അല്ലെങ്കിൽ ശൗര്യചക്ര പോലെയോ കീർത്തിചക്ര പോലെയോ അതൊന്നും കിട്ടിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ സർവീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ന സ്ഥലങ്ങളിൽ, ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ, ഇതൊരു ബാർകോഡ് പോലെ ആയിരിക്കുക. പട്ടാളത്തിലുള്ളൊരു സീനിയർ ഓഫീസർ ഇത് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് പത്മനാഭൻ എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. പുള്ളിക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹൈ ഓൾട്ടിറ്റ്യൂഡിലുണ്ടായിരുന്നു, ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു, നോർത്ത് ഈസ്റ്റിലുണ്ടായിരുന്നു, ഇതൊക്കെ പുള്ളിക്ക് അറിയാൻ പറ്റും. എത്ര കൊല്ലം സർവീസായി എന്ന് വരെ അറിയാനുള്ള മെഡലുകളുണ്ട്. നമ്മൾ 20 കൊല്ലം സർവീസ് ചെയ്താൽ ലോങ് സർവീസ് മെഡലുണ്ട്, എല്ലാം ഉണ്ട്. ഇതിലെടുത്ത് പറയാവുന്ന, എൻ്റെ മെഡലിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എടുത്തു പറയാവുന്നൊരു കാര്യം ഓപ്പറേഷൻ വിജയ്, അതായത് കാർഗിൽ വാറിൻ്റെ ഭാഗമായിട്ട് ഞാൻ പഞ്ചാബ് ബോർഡറിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഓപ്പറേഷൻ വിജയുടെ മെഡലാണ് ഈ 3ാമത്തെ മെഡൽ. അതുകൂടാതെ 2000 നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് പാകിസ്ഥാൻകാർ വന്ന് ബോംബിട്ടപ്പോൾ ഒരു ഓപ്പറേഷൻ പരാക്രം എന്ന് പറഞ്ഞ യുദ്ധം ഓൾമോസ്റ്റ് തുടങ്ങിയതായിരുന്നു, പിന്നെ അത് നടന്നില്ല. ഞാൻ അതിൻ്റെയും ഭാഗമായിരുന്നുകൊണ്ട് ആ പരാക്രമത്തിൻ്റെ മെഡലും ആ 2 മെഡലും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ആണ് ഈ പട്ടാള മേധാവി ചീഫിൻ്റെയും ആർമി കമാൻഡേഴ്സിൻ്റെയൊക്കെ മെഡൽ കിട്ടുന്നതാണ്. അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. ഇനി സ്പെസിഫിക് ആയിട്ട് ഗാലൻട്രി അവാർഡ്സും അതൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതവിടെ ഒരു
ഒരു ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റോ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് ബോസ് കമാൻഡിങ് ഓഫീസർ ആയിരിക്കാം, അതിൻ്റെ കമാൻഡർ ആയിരിക്കാം. അവരിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഇതിനൊരു സൈറ്റേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഡീറ്റെയിൽസ്, ഇന്നതാണ് സംഭവിച്ചത്, ഇതിൽ ഇന്ന ആൾ പ്ലേ ചെയ്ത റോൾ ഇന്നതാണ്, അത് ഓവറോൾ ഓപ്പറേഷൻസിൽ എന്തോരം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസൊക്കെ വെച്ച് ഇത് അവരുടെ മേലേക്ക് അയക്കുകയും അവർ അതിന്ന് സെലക്ട് ചെയ്യുന്നത് മേലേക്ക് അയക്കുകയും അങ്ങനെ അവസാനം ആർമി ഹെഡ് ക്വാർട്ടർ വരെ പോവുകയും അതും പരംവീർ ചക്ര പോലെയുള്ളതൊക്കെ ഡിഫൻസ് മിനിസ്റ്റർ ലെവൽ വരെ പോവുകയും ഇത് പരംവീർ ചക്ര അർഹിക്കുന്ന ഒരു ആക്ട് തന്നെയാണ് എന്ന് പറഞ്ഞ് വളരെ സ്ക്രീനിങ് കമ്മിറ്റികൾ എല്ലാ ലെവലിലും ഉണ്ട്. അത് ഇങ്ങനെ അരിച്ചരിച്ച് പോയി മേലെ പോയിട്ട് അത് കൊടുക്കുന്നതാണ്. ഇത് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു മിനിയേച്ചർ മെഡൽ എന്ന് പറയും. ഇത് നമ്മൾ റിട്ടയറൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇടാനുള്ള, ഇത് ശരിക്കുള്ള മെഡല് ഒരു നല്ല സർക്കിളായിട്ടുള്ള ഏകദേശം ഈ വട്ടത്തിലുള്ളൊരു മെഡലൊക്കെയാണ് വരുന്നത്. ആ മെഡലിൻ്റെ റിമ്മിൽ, ഒറിജിനൽ മെഡലിൻ്റെ റിമ്മിൽ ഇത് കിട്ടുന്ന ആളുടെ പേര്, എൻ്റെ എല്ലാ മെഡലുകളിലും ക്യാപ്റ്റൻ എച്ച് പത്മനാഭൻ, മേജർ എച്ച് പത്മനാഭൻ, അന്ന് എന്താ റാങ്കായിരുന്ന ഇത് എഴുതി വയ്ക്കാറുണ്ട്. ഇത് പണ്ട് യൂസ് ചെയ്തു പോകുന്ന വെടിയുണ്ടകളുടെ ബാക്കി ആ കോപ്പുകൾ ഉരുക്കിയെടുത്ത് ആ ലോഹം കൊണ്ടൊക്കെ ആയിരുന്നു ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പം അതൊക്കെ നിർത്തി, ഇപ്പം നമ്മുടെ പ്രോപ്പർ നാണയമൊക്കെ ഉണ്ടാക്കുന്ന പോലെ, പണ്ട് മിൻറ്റ് എന്ന് പറയുമ്പോൾ നാണയം ഉണ്ടാക്കുന്ന അതിലായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ കൊടുത്ത് ജലന്ധറും പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓർഡർ എന്ന് പറഞ്ഞത് ഇതല്ല. ഈ സാധനം ലുലു മാള് പോലെയുള്ള മാളുകളിലോ ഡൽഹി മാർക്കറ്റുകളിലോ ഒന്നും വാങ്ങാൻ കിട്ടൂല. ഇതൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന മെഡലുകൾ തന്നെയാണ്. സത്യം പറയട്ടെ, റിട്ടയർ ചെയ്ത് 6 കൊല്ലം കഴിഞ്ഞാലും ഇതിട്ടിരിക്കുമ്പോൾ ഹിന്ദു പാർലൻസിൽ പറയുമ്പോൾ ഒരു വെളിച്ചപ്പാട് ആ ചങ്ങലയും കെട്ടി ആ വാളെടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പവറ്, ആ പവറ് ഇന്ന് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഞാൻ ഈ മെഡലെത്ത് കൊടുത്തിയപ്പോൾ എനിക്കും ആ പവറ് കിട്ടും. ഇത് ഒരു ലോഹ കഷ്ണമല്ല. അതിൻ്റെ പിന്നിൽ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും വിജയിൽ കാർഗിൽ യുദ്ധത്തിൽ ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന്, എൻ്റെ കൂടെ ആരുണ്ടായിരുന്നു ഞാൻ അവരെക്കുറിച്ച് ഓർക്കാറുണ്ട്. ഇത് കുത്തിയടക്കുന്നവരെക്കുറിച്ച്, ഓപ്പരാക്രമിൽ എനിക്ക് എന്ത് റോളായിരുന്നു. അപ്പോൾ ഇതൊരു ഫീലിംഗാണ്, ഇതൊരു സെൻറ്റിമെൻറ്റ്സാണ്. അത് നമുക്ക് കുത്താനുള്ള അവകാശം ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കുത്തിയെടുക്കുമ്പോൾ, അപ്പോൾ ഇത് നേടിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇയാൾ വലിയൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനുപരി ഇത് മറ്റുള്ളവർക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതൊരു പ്രചോദനം കൂടിയാണ്. നമുക്ക് കിട്ടുന്നവർക്ക് അത് വളരെ അഭിമാനപൂർവ്വം കൊണ്ടു നടക്കാവുന്നതാണ്. അപ്പോൾ ഈ മെഡൽ എന്ന് പറയുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ വെച്ച് നടക്കുന്ന ഒരു സംഗതി. അതിൻ്റെ പേര് തന്നെ ഡെക്കറേഷൻ എന്നാണെങ്കിൽ അതൊരു ഡെക്കറേറ്റീവ് പീസ് അല്ല, നമുക്കൊരു ഷോ കേസിൽ വയ്ക്കാവുന്ന സാധനമല്ല. അതൊരു ഫീലിങ്സാണ്. അത് നമ്മൾ ചെയ്ത ആക്ട് ഇത് കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ഓരോ ഓപ്പറേഷൻസിൽ പങ്കെടുക്കുന്ന ഒരു ആക്ട് ചെയ്യുന്നതും. അത് കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും അത് അംഗീകരിച്ചല്ലോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സന്തോഷവും ഒരു അഭിമാനമൊക്കെ തോന്നാറുണ്ട്. അത് സത്യമാണ്. ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സായുധ സേനയുമായി ബന്ധപ്പെട്ട് നിരവധി മലയാളികളും യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്, വീരമൃത്യു വരിച്ചവരുമുണ്ട്. ഈ ഉന്നതമായ ഈ മെഡലുകൾ, ഗാലൻട്രി അവാർഡ്സുകൾ കിട്ടിയ മലയാളികൾ ആരൊക്കെയാണ് എന്ന് ഞാൻ ടോപ്പിലുള്ള കുറച്ച് അവാർഡുകൾ മാത്രം പറയാം. അതിൽ തീർച്ചയായിട്ടും ഏറ്റവും ഉയർന്നത് പരംവീർ ചക്രയാണ്. പരംവീർ ചക്ര ഇന്ന് വരെ കേരളത്തിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ മലയാളിയായിട്ടുള്ള ഒരാൾക്ക് ഇന്ന് വരെ, ഞാൻ പറഞ്ഞല്ലോ സ്വാതന്ത്ര്യത്തിന് ശേഷം ആകെ 21 പേർക്ക് കിട്ടിയിട്ടുള്ളൂ. അതില്ല. അത് കഴിഞ്ഞാൽ ആ സീക്വൻസിൽ വരുന്നത് അശോക് ചക്രയാണ്. അശോക് ചക്ര കിട്ടിയിട്ടുള്ള ശരിക്കും പ്യുവർ മലയാളീസ് എന്ന് പറയാൻ 3 പേരാണ്. ഒന്ന് എൻ ജനാർദ്ദനൻ നായർ എന്ന് പറയുന്ന ആലുവക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം 2003 നാഗാലാൻഡിൽ വീരമൃത്യു വരിച്ചു. അദ്ദേഹത്തിന് അശോക് ചക്രവും കിട്ടിയിട്ടുണ്ട്, രണ്ടാമത്തെ അവാർഡായിട്ടുള്ള കീർത്തി ചക്രവും. ഇത് രണ്ടും കിട്ടിയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ഡെക്കറേറ്റഡ് ഇന്ന് വരെ ഇന്ത്യ ചരിത്രത്തിലുള്ളത് നമ്മുടെ മലയാളിയായിട്ടുള്ള ജനാർദ്ദനൻ നായർ ആയിരുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. 2 തിരുവല്ലക്കാരനായിട്ടുള്ള കേണൽ ജോജൻ തോമസ്. അദ്ദേഹം 2008 കുപ്വാരയിൽ ഒരു രാഷ്ട്രീയ റൈഫിൾ ബറ്റാലിയൻ്റെ കമാൻഡിങ് ഓഫീസർ ആയിരുന്നപ്പോൾ തീവ്രവാദികളുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ 3-4 തീവ്രവാദികൾ അദ്ദേഹം കൊല്ലുകയും ചെയ്തു. അദ്ദേഹത്തിന്
വെടിയേൽക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിനും 2008 മരിച്ചത്, ഓഗസ്റ്റ് 22 ആ 2009 റിപ്പബ്ലിക് ഡേക്ക് അദ്ദേഹത്തിന് അശോക് ചക്ര കൊടുത്തു. 3 ഒരു ഹർഷൻ നായർ എന്നുള്ള ഒരു പയ്യൻ എന്ന് വേണമെങ്കിൽ തിരുവനന്തപുരം കറക്റ്റ്, അദ്ദേഹത്തിന് കിട്ടി അശോക് ചക്ര 3. പിന്നെ 2 പേര് വളരെ പ്രശസ്തമായിട്ടുള്ള 2 പേര്, അവർ ബൈ റൂട്ട് കേരളക്കാരാണെങ്കിലും ബാംഗ്ലൂരൊക്കെ സെറ്റിലായിരുന്ന, ബാംഗ്ലൂരും ചെന്നൈയും. ഒന്ന് നമ്മുടെ 2008 ബോംബെ അറ്റാക്കിന് ശേഷം NSG കമാൻഡോ ആയിരുന്ന സന്ദീപ് ഉണ്ണികൃഷ്ണൻ. പുള്ളി ബാംഗ്ലൂരുകാരനായിട്ടാണ് അവാർഡൊക്കെ കൊടുത്ത, അവരിപ്പോഴും സെറ്റിൽഡാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ കേരളക്കാരനാണ്, ISR ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് അശോക് ചക്ര അന്ന് കൊടുത്തിരുന്നു. 5 ഈ മുകുന്ദ് ഭരതരാജ്, അദ്ദേഹത്തിന് അമരൻ എന്നുള്ള സിനിമ വളരെ ഫേമസ് ആയിട്ട് ഇപ്പോൾ വന്നായിരുന്നു. അദ്ദേഹം തമിഴനാണ്, പക്ഷേ കേരള റൂട്ട്സ് ഉണ്ട്, കോഴിക്കോട് ജനിച്ചതാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വൈഫും കേരളക്കാരിയായിരുന്നു. അത് സിനിമയിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഈ 5 പേരാണ് നമ്പർ 2 സീക്വൻസിൽ വരുന്ന പരംവീർ ചക്ര കഴിഞ്ഞിട്ടുള്ള അശോക് ചക്രം നേടിയിട്ടുള്ള കേരളീയർ. പരംവീർ ചക്ര സീരീസിൽ വരുന്ന അടുത്തത് മഹാവീർ ചക്രയാണ്. ആ മഹാവീർ ചക്ര ഇന്ന് വരെ നേടിയിട്ടുള്ള ഒറ്റ ആൾ അന്ന് ഹവൽദാറായിരുന്നതും 71 യുദ്ധത്തിൽ ഹവൽദാറായിരുന്നതും പിന്നീട് ക്യാപ്റ്റനായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള, ഇപ്പം മരിച്ചുപോയ അദ്ദേഹം ഒരു 2-3 കൊല്ലം മുമ്പ്, ഒരു അദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്പോസ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ ഫിലിപ്പോസ് ആയിരുന്നു, കോട്ടയംകാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് മഹാവീർ ചക്ര കിട്ടി. വയസ്സ് കാലത്ത് ഇപ്പോൾ 2-3 കൊല്ലം മുമ്പ് അദ്ദേഹം മരിച്ചു പോയത്. പിന്നെ വീർ ചക്ര കിട്ടിയ കുറേ പേരുണ്ട്. പക്ഷേ അതിൽ എടുത്തു പറയേണ്ടത് കാർഗിൽ യുദ്ധത്തിൽ വീർ ചക്ര കിട്ടിയ, വീരമൃത്യു വരിച്ച തൃപ്പൂണിത്തറക്കാരനായിട്ടുള്ള ലഫ്റ്റനൻറ്റ് കേണൽ വിശ്വനാഥൻ ആണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് തൃശ്ശൂർ സെറ്റിലാണ്, ജലജ വിശ്വനാഥൻ. അദ്ദേഹത്തിന് വീർ ചക്ര മരണാനന്തര ബഹുമതിയായിട്ട് കൊടുത്തു. ഇവരാണ് എടുത്തു പറയേണ്ട കേരളക്കാരായിട്ടുള്ള മെഡൽ വിന്നേഴ്സ്. കേരളവുമായി ബന്ധപ്പെട്ട് സാർ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആൾക്കാരെ സംബന്ധിച്ച് മാറേണ്ടതുണ്ട്, അത് മാറി വരുന്നുമുണ്ട്. എന്താണ് ഒരു വിമുക്ത ഭടൻ എന്ന നിലയ്ക്ക്, ഒരു രാജ്യത്തിന് വേണ്ടി 3 പതിറ്റാണ്ടുകളിലധികം സേവനമനുഷ്ഠിച്ച ഒരു സൈനികൻ എന്നുള്ള നിലയിൽ അങ്ങേക്ക് പറയാനുള്ളത് യുവതലമുറയോട് തന്നെയാണ്. മിലിറ്ററിയിലുള്ളൊരു ജോലി അതൊരു വെറും ശമ്പളം കിട്ടുന്ന ഒരു ജോലിയായിട്ട് എടുക്കാതെ അതൊരു ഡ്യൂട്ടി ആയിട്ടും ഒരു ഫീലിംഗ് ആയിട്ടും ഒരു നിർബന്ധമായിട്ടുള്ള, എന്താ പറയണ, ഒരു ഉള്ളിൽ നിന്നുള്ളൊരു നിർബന്ധമായിട്ട് എടുത്ത്, എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏതൊരു യുവാവാണെങ്കിലും വേറെ ഏതൊരു ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് പട്ടാളത്തിൽ ചേരാനുള്ളൊരു ശ്രമമെങ്കിലും എല്ലാവരും നടത്തിയിരിക്കണം. അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞ് കമ്പൽസറി മിലിറ്ററി ട്രെയിനിങ് പല രാജ്യങ്ങളിലും അതുമുണ്ട്. നമ്മുടെ രാജ്യത്ത് അത് ഒരിക്കലും നടപ്പാവില്ല, നടക്കണമെന്ന് ഞാൻ പറയുമില്ല. പക്ഷേ ചെറുപ്പക്കാർ അതിലും പ്രത്യേകിച്ച് ഓഫീസർ റാങ്കിലൊക്കെ കയറാനുള്ള ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. NDA വഴിക്ക് +2 കഴിഞ്ഞിട്ട് കയറാം, ഡിഗ്രി കഴിഞ്ഞിട്ട് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാം കഴിഞ്ഞിട്ട് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ 1.5 കൊല്ലം ട്രെയിനിങ് കഴിഞ്ഞ് കയറാം. ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് ചെന്നൈയിലുള്ള ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിൽ ട്രെയിനിങ് കഴിഞ്ഞ് 5 കൊല്ലം, അത് എക്സ്റ്റെൻഡ് ചെയ്ത് 10 കൊല്ലം, അത് കഴിഞ്ഞ് താല്പര്യമുണ്ടെങ്കിൽ നിൽക്കാം. അങ്ങനെയുള്ള, ഇനി വേണ്ട 10 കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്ന് തോന്നുവാണെങ്കിൽ ആ ക്യാപ്റ്റൻ റാങ്കോ എന്നാളെന്ന് വെച്ചാൽ അത് പുറത്ത് വന്നിട്ട് ഒരു 30 വയസ്സാകുമ്പോഴേക്കും പുറത്ത് വന്നിട്ട് പുതിയ ജോലി അന്വേഷിക്കുകയും ചെയ്യാം. അതുകൂടാതെ ഞാൻ കയറിയ പോലെ ടെക്നിക്കൽ എൻട്രി ആയിട്ട് എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞവർക്ക് അവർക്ക് ഡിമാൻഡ് കൂടുതലാണ്. കാരണം ഡ്രോൺസും ഇലക്ട്രോണിക്സും അതൊക്കെ കൂടി വരുവാണ് റിക്വയർമെൻറ്റ്. അങ്ങനെ കയറാം. അപ്പോൾ എല്ലാവരും, ഞാനൊരു ഒറ്റ വരിയിൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ, ഒരു ജോലി നമ്മൾ എത്ര രൂപ ശമ്പളം കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മെഷർ ചെയ്യാറുള്ളത്. ശമ്പളം കുറവൊന്നുമല്ല, മിലിറ്ററിയിൽ വളരെ നല്ല, ഇന്നും ഒരു IASകാരന് കിട്ടുന്ന സ്റ്റാർട്ടിംഗ് പേയിൻ്റെക്കാട്ടിലും ഒരു ഇൻക്രിമെൻ്റ് കൂടുതലാണ് ഒരു മിലിറ്ററി ഓഫീസർക്ക് കിട്ടുന്ന സ്റ്റാർട്ടിംഗ് പേ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതനുസരിച്ച് അവർ പോകുന്നു, നമ്മൾ വേറെ വഴിക്ക് പോകുന്നു. പക്ഷേ
ഈ ശമ്പളത്തിൻ്റെ അപ്പുറത്തേക്ക് വേറെ ചില കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം. റിട്ടയർ ചെയ്തിട്ട് 6 കൊല്ലം കഴിഞ്ഞാലും ഈ കേണൽ എന്നുള്ള റാങ്ക് എൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ എനിക്കിപ്പോഴും ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഗവൺമെൻറ്റിൽ നിന്നുണ്ട്. ഇപ്പോഴും അഭിമാനത്തോടുകൂടി ഞാൻ കേണൽ പത്മനാഭനാണെന്ന് പറയാനുള്ളൊരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു അവകാശം ഗവൺമെൻറ് സൈഡിൽ നിന്നുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേണൽ പത്മനാഭനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഏത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കയറി ചെന്നാലും സാറ് പിന്നെ വാ എന്ന് എന്നോടൊരാൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ആരോട് സംസാരിക്കുകയാണെങ്കിലും ഞാനൊരു ക്യാപ്റ്റൻ ഇന്ന ആളാണ്, ഒരു മേജർ ഇന്ന ആളാണ്, ഞാനൊരു ഹവൽദാർ ഇന്ന ആളാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആ റെസ്പെക്റ്റ്, ഈ എത്ര രൂപയാണ് സാറിൻ്റെ ശമ്പളമായിരുന്നതെന്ന് ചോദിച്ചിട്ട് ഒരാൾ ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു പർപ്പസ്, നമ്മൾ ജീവിച്ച ആ ഒരു ഇതും ഡ്യൂട്ടി ആയിരുന്ന എങ്ങനെ എടുത്താലും ശരി, ജനങ്ങൾ നമുക്ക് നൽകുന്ന ഈ ഒരു അംഗീകാരവും ഒരു സ്നേഹവും ഒരു ബഹുമാനവും ശമ്പളത്തിൻ്റെ അപ്പുറത്തേക്കാണ്. അത് ഫീൽ ചെയ്താൽ മാത്രമേ അതിൻ്റെ മാധുര്യം നമുക്ക് തിരിച്ചറിയുള്ളൂ. അതെന്തുകൊണ്ടാണ് ജനങ്ങൾ തരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത്, ഇത് റിസ്ക് അല്ലേ? റിസ്ക് എവിടെ ഇല്ലാത്തത്? റിസ്ക് എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ റിസ്ക് ആയിട്ട് എടുക്കാതെ ഇത് ഒരു ട്രയൽ നിങ്ങൾ തീർച്ചയായിട്ടും കമ്പൽസറി ആയിട്ട് മിലിറ്ററിയിൽ ചേരാനുള്ള, മിലിറ്ററി എന്ന് പറയുമ്പോൾ വീണ്ടും എയർഫോഴ്സ്, നേവി എല്ലാം ത്രില്ലിംഗ് ആണ്. അതിലൊരു എഫർട്ട് നിങ്ങൾ നടത്തണം. അതിൽ കിട്ടിയാൽ വലിയൊരു ഭാഗ്യമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. മിനിമം അതിൻ്റെ 20 കൊല്ലോ 25 കൊല്ലോ എത്രയെങ്കിലും സർവീസ് ചെയ്ത് പിന്നെയും ലൈഫ് കിടപ്പുണ്ടല്ലോ, നിങ്ങൾക്ക് സിവിലിൽ വന്ന് പിന്നെയും സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഇതാണ്. ഇതൊരു ഫീലിംഗ് ആണ്, വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് അനുഭവിച്ച രീതിക്ക് ഞാൻ പറയുവാണ്, നിങ്ങളെല്ലാവരും മിലിറ്ററിയിലേക്ക് ഒരു ചാൻസെങ്കിലും നിങ്ങൾ കൊടുക്കുക തന്നെ വേണം.